സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനമോടിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറി. ഈ സിനിമ ചെയ്യുന്നതിനായി ഞാനൊരു പ്രൊഡ്യൂസറെ കാണാൻ പോയി. ആ പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, അനിയ, ഈ പടം കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? പാട്ട് വേണോ? പാട്ടുണ്ട്. ഫൈറ്റ് വേണോ? ഫൈറ്റും ഉണ്ട്. ഡാൻസ് വേണോ? ഡാൻസും ഉണ്ട്. അതുപോലെ എല്ലാം ഉണ്ട്. ഇത് പറഞ്ഞ ഉടനെ ഹാപ്പിയായി. അനിയ, ഉടനെ നമുക്ക് ഈ പടം ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ പടത്തിന്റെ അവസാനം വരെയും കഥയുണ്ടോന്ന് പോലും ചോദിച്ചിട്ടില്ല. അതറിയോ, ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. തലേ ദിവസം ടി-വിയിൽ കണ്ട ഒരു സിനിമയെ അടിസ്ഥാനമാക്കി സ്ക്രിപ്റ്റും തയ്യാറാക്കി ഞാൻ ഷൂട്ടിങ്ങും തുടങ്ങി. ലോജിക്, എവിടെയാണ് ഈ ലോജിക് ഇരിക്കുന്നത്? ഞാനും അത് തേടി തേടി നോക്കി. പക്ഷെ എനിക്ക് ഇതുവരെയും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. നാളെ നീ ഇനി എന്താ ചെയ്യുക എന്ന് എല്ലാവരും ചോദിക്കുകയും ചെയ്യും. അയ്യോ, നാളെ മഞ്ഞ ഷർട്ടാണോ? അവർ ചോദിക്കും. പച്ച ഷർട്ടാണോ? അവർ ചോദിക്കും. ചുവപ്പ് ഷർട്ടാണോ? അതും ചോദിക്കും. നാളെ ബ്ലൂ ഷർട്ടാണോ? അയ്യയ്യോ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനും തെരഞ്ഞു നടക്കുക. എവിടെയെങ്കിലും ലോജിക്ക് കിട്ടുമെന്ന് ഞാനിങ്ങനെ തെരഞ്ഞു നടക്കുക. ഒരുപക്ഷെ അകത്തുണ്ടാവും. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ, നമുക്ക് ഒരുമിച്ച് തേടാം. പറയൂ തൃഷ, കൺഫേം അല്ലേ? അവര് ബൂമർ സ്ക്വാഡ് തന്നെയല്ലേ? എത്ര പേരുണ്ട്? അതെ മാഡം, അത് ബൂമർ സ്ക്വാഡ് തന്നെയാ. അത് ഒരാൾ തന്നെയാ. പക്ഷേ അയാൾ പെട്ടെന്നെല്ലാം മറന്നു പോകുന്നു. ഒരു കാര്യവും തെളിച്ചു പറയുന്നില്ല. ഞാൻ വന്ന് ചോദിച്ചോളാം. അടിക്കല്ലേ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. നമസ്കാരമുണ്ട്. വന്നല്ലോ, ഞാൻ പോയിക്കോട്ടെ. ഇരിക്കേ. ഇത് യഥാർത്ഥ കഥയാണോ? അത് പിന്നെ പറയൂ, ആ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? 7 വർഷം കൊണ്ട് എന്തുകൊണ്ട് ആരും അവിടേക്ക് പോകുന്നില്ല? എനിക്കൊന്നും അറിയില്ല. എന്നെ വിട്ടേക്ക്, ഞാൻ പോവുക. ഹലോ, ശരിക്കുള്ള സത്യം എന്താണ്? ആരാ നിങ്ങളൊക്കെ? എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അരുണ എവിടെ? മോളെ, മോളെ, മിണ്ടാതിരിക്കേ. ഇനി പറ, കേൾക്കട്ടെ. പറയാം. അവിടെ എന്താണുള്ളത് നിങ്ങൾക്കറിയാമോ? അതെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? നാട്ടുകാര് പറയുന്നതൊക്കെ ശരിയാണോ? പറയൂ. അത് പിന്നെ അരുണ, സൂപ്പർ ഹീറോ, വില്ല, റൗട്ടി, വേപ്പുലി, അതുമല്ല. സ്റ്റോപ്പ്. ഒരുപാട് മുന്നിലേക്ക് പോയി. മാഡം, കഥയൊന്ന് മുന്നേ പറയാമോ? സോറി മാഡം. സമയം ഒരുപാട് വൈകി. ഷുഗറിന്റെ ഗുളിക കഴിച്ചില്ല, അതാ. മുമ്പായിരുന്നേ കൈ വിറയ്ക്കുമായിരുന്നു. ഇപ്പൊ വായാ വിറയ്ക്കുന്ന. മാം, മാഡം, വെള്ളം കുടിക്കണോ? നിങ്ങളും മണിയുമായിട്ടുള്ള ബന്ധം എന്താണ്? അവിടെ എന്താണ് നടന്നത്? തുടക്കം മുതലോ അതൊരു വലിയ കഥയാ. അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ 90s കാലഘട്ടത്തിലേക്ക് പോകണം. മുത്തം കൊടുത്താലേ കുട്ടി ജനിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു അന്ധവിശ്വാസികളായ ജനങ്ങൾ. പക്ഷേ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് ഞങ്ങളെല്ലാം തീരുമാനിച്ചു. സ്കൂൾ വിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക്
മലയാളത്തിലെ ഭക്തിപ്പടം കാണാൻ ഗ്രാമം വിട്ടുപോയി. ദേഷ്യത്തിന് പാരമണി ഞങ്ങളെ കുറിച്ച് പഞ്ചായത്തിൽ പരാതി കൊടുത്തു. ഭക്തിപ്പടം കാണുന്നത് അത്ര തെറ്റാണോ? ഭക്തിപ്പടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ മലയാളത്തിൽ തുണ്ടുപടം. ടൈറ്റിൽ പറയാൻ പറ്റുമോ? അതൊക്കെ ഇപ്പൊ വരും. അങ്ങനെയാണോ? സോറി മാഡം. സിനിമ കണ്ടതിന് പഞ്ചായത്ത് ഞങ്ങളെ നാണം കെടുത്തി. ഞങ്ങൾക്ക് ആർക്കും പെണ്ണ് തരില്ലെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ ജീവിതം തന്നെ തൊലഞ്ഞു പോയെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ അവൻ മാത്രം പ്രേമിക്കുകയും ചെയ്തു, കല്യാണവും കഴിച്ചു. അത് നമ്മുടെ നാട്ടിലെ മാമിയല്ല, ലണ്ടൻ യമി. അപ്പോഴാ ആദ്യ രാത്രി ആഘോഷിക്കാൻ മണിയൻ ഇവിടെ വരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അതറിഞ്ഞതോടെ ഞങ്ങളുടെ ഉള്ള സമാധാനം കൂടെ പോയി. നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഉരുളാൻ പറ്റുന്നില്ല. അതൊക്കെ പോട്ടെ, ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതായി. നിങ്ങൾ രണ്ടുപേരിലും ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചേ പറ്റൂ. ലൈഫ് എന്ന് പറഞ്ഞാലേ അങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണം. അതെ, ഇവളെ അകത്ത് കാണാൻ പാടില്ല. അറുത്ത് വിട്ടേക്ക്. ഇവളെ തൊട്ടാലേ അറപ്പ് വരും. 24 മണിക്കൂർ ഇവർ രണ്ടുപേരോടൊപ്പം ബാറില്ല. Why? ആ What's your problem? പറയടി. My grandma came to India in 1947. വായടക്കടി. ഐ വിൽ ടെൽ ദ ഹോൾ സ്റ്റോറി. തേങ്ങ കൊല. 1947 ഇവരുടെ മുത്തശ്ശിയുണ്ടല്ലോ ദുരൈയമ്മ, പരിധി എന്ന് പറയുന്ന ഒരു തമിഴ് ചെറുക്കനെ പ്രായം നോക്കാതെ പ്രേമിച്ചു. കഷ്ടം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് ഇവർ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയി. അതിനുശേഷം പല വർഷങ്ങൾ കഴിഞ്ഞ് മുത്തശ്ശി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അവരുടെ കാമുകന്റെ ശവക്കല്ലറയ്ക്ക് മുന്നില് മരിച്ചു വീണു. ഇവളാള് കൊള്ളാലോ. ഡീ, അവരുടെ പ്രണയകഥ എമിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എമി ഒരു തീരുമാനത്തിലെത്തിയത്. കല്യാണം കഴിക്കുവാണെങ്കിൽ ഒരു തമിഴ് ചെറുക്കനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ ദാ ഇപ്പൊ ഇയാളെ ഇങ്ങനെ കെട്ടിയത്. അവളെ കട്ട് ചെയ്തിട്ട് ഇവളെ കെട്ടിയാലോ? ലവ്ലി ആയ ലവ് മാറ്റർ ആണ്. ഇപ്പൊ ഇതിൽ എന്താ പ്രശ്നം? അഖിലാണ്ടം, നീ മദ്രാസ് മൈൽ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അത്രയും ഓർമ്മ വരുന്നില്ല. അതാണ് ഇപ്പൊ ഇവിടെ കഥയായിട്ട് പറയുന്നേ. അവളെ മോന്ത നോക്കിയേ. He's got a palace in his village. ഇദ്ദേഹം ഒരു രാജകുടുംബത്തിൽ നല്ല കുടുംബം. അതുകൊണ്ട് ഒരു വലിയ കൊട്ടാരത്തിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്നാ ഇവർ ആഗ്രഹിക്കുന്നത്. പാലസ് ഇപ്പൊ എവിടെയുള്ളത്? അങ്ങനെ ചോദിക്ക അഖിലാണ്ടം. ഇവരുടെ നാട്ടില് ഇദ്ദേഹത്തിന്റെ അച്ഛന് ഒരുപാട് സ്വത്തുക്കളുണ്ട്. എന്താ മണി, തുടക്കം മുതലേ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ? എന്റെ ജീവിതം പ്രശ്നത്തിൽ നിന്നാ തുടങ്ങിയ അഖിലാണ്ടം. ഇവളോടൊപ്പം ജീവിക്കുന്ന കാര്യമേ പാടാ. അവിടെ നിൽക്കാൻ പറ്റില്ല, പിരിച്ചുവിട്. എന്താ മണി, മൗനരാഗം സീരിയൽ പോലെ എല്ലാ തീരുമാനങ്ങളും പെട്ടെന്ന് എടുക്കാതെ. പിരിക്കാൻ പറഞ്ഞാ പിരിക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിടയിൽ ഒന്നും നടക്കാതെ തന്നെ ഇപ്പൊ ഡിവോഴ്സ് ചെയ്താ ഫ്യൂച്ചർ സ്പോയിൽ ആകും. അത് ശ്രദ്ധിക്ക്. ഇതുപോലൊരു പടം ഞാൻ ഇന്നലെ രാത്രി കണ്ടതാ. ശരി, ഇവളോടെ പോവാം. അങ്ങനെയാണെങ്കിൽ ആരും നിങ്ങൾക്കൊരു പെണ്ണ് തരില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു വിവാഹമേ നടക്കില്ല. പിരിക്കണമെങ്കിൽ പിരിച്ചുവിട്. നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ വിവാഹം കഴിഞ്ഞതാണ് മണി. I am ready to give a divorce. ഓ, But on one condition. എന്തോന്ന് കണ്ടീഷനായി പറയടി. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാ നിങ്ങൾ ഒരേ ഒരു ദിവസം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിക്കുവാണെങ്കിൽ ഡിവോഴ്സ് തരാന്നാ പറയുന്നേ. എന്തിന് ആ ലെവലിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? എവളോട് കറങ്ങാനൊന്നും പറ്റത്തില്ല. പിരിക്കണോന്ന് പറഞ്ഞാ പിരിച്ചുവിട്, പിരിച്ചുവിടാൻ. ഒരു ദിവസത്തേക്ക് മാത്രം നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോ. അടുത്ത ദിവസം ഞാൻ തന്നെ ഡിവോഴ്സ് വാങ്ങിത്തരാം. ഇങ്ങോട്ട് നോക്കകിലാണ്ടം. അവിടെ ഒന്നും പോയി എനിക്ക് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റില്ല, മനസ്സിലായോ? അവിടെ പോയി ഒരേ ഒരു ദിവസം താമസിക്കും. നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഏറ്റു. നിനക്ക് ചാരായ മാറ്റം. അത് നേരത്താണെന്ന് എന്റെ തലയിൽ ഞാൻ എടുത്ത് വലിച്ചു കയറ്റം പറഞ്ഞു. അയാള് വന്നു. മോനെ ദാവൂദേ, രാവിലെ മുതൽ തേച്ച പാത്രം തന്നെ തേച്ചോണ്ടേ ഇരിക്കുവാണല്ലോ. തേച്ച പാത്രം തന്നെയാണോ തേക്കുന്നേ? ഇപ്പൊ തേക്കുന്നതല്ലേ ഉള്ളൂ. എടാ വട്ടം ചെറുക്ക, രാവിലെ മുതൽ ഒരേ പാത്രം തന്നെയാ നീ മാറ്റി മാറ്റി കഴുകുന്നത്. അല്ലാ, ഇതിന് എപ്പോഴൊരു മാറ്റം ഉണ്ടാവുമോ എന്തോ. ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമോ? മണി നാട്ടിലേക്ക് വന്നു. മണിയും വരുന്നോ? ഞാൻ പോയി എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. മണി നാട്ടിൽ നിന്ന് വന്നു കേട്ടാ. എന്തോന്ന്? മണി വീണ്ടും മണിയൻ നാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞതോടെ ഞങ്ങൾ കോപത്തോടെ പൂജാരിയെ കാണാൻ പോയി. മന്ത്രം ചൊല്ലി പാവന വെച്ചാലൊന്നും കല്യാണം ആവില്ല. നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് കല്യാണം കഴിക്കാൻ ഗ്ലാമർ ആയിട്ട് വന്നേക്കുക. ഇതിനു വേണ്ടിയാണോ നിൽക്കാൻ പറഞ്ഞിട്ട് ബിയറും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചിട്ട് ചിലവൊക്കെ ചെയ്തത്? എന്റെ മന്ത്രങ്ങളൊന്നും ഇതുവരെ ഫലിക്കാതെ പോയിട്ടില്ല. എവിടെയോ ഒന്ന് പിഴച്ചുപോയി. പെണ്ണിന്റെ നാടെവിടെയാണ്? സായിപ്പിന്റെ മകളാ. ഞാൻ വിചാരിച്ചു പേയ്മെന്റ് അയക്കാനാണെന്ന്. എടുത്തത് എടുത്ത് ഫുൾ സൈസ് ഇല്ലേ? ആദ്യം ഈ മന്ത്രമെല്ലാം
ഈ കളത്തിനുള്ളിലാണ്. അവനൊരു വെള്ളക്കാരിയെ കല്യാണം കഴിച്ചോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ചാത്തം വേറെ, അവളുടെ ചാത്തം വേറെ. ഈ മന്ത്രശക്തിയെല്ലാം ഇവിടെ നിന്ന് കടൽ കടന്നു പോണം. പാസ്പോർട്ട് വിസ ഒന്നും ഇല്ലാതെ പോവുമോ? വിഴുങ്ങാതെ പറയടാ. എടാ പൂജാരി, അവൻ ഈ മണ്ണിൽ കാലുകുത്തു മുമ്പേ അവൻ എന്തെങ്കിലും ചെയ്യണം. എപ്പോ വരുന്നു പറഞ്ഞാൽ മതി, അവന്റെ കാര്യം ഞങ്ങൾ തീർത്തോളാം. അവൻ തുപ്പുന്നതിന് മുമ്പ് വേഗം ഒന്ന് പറയടോ. എന്റെ സമയം ശരിയാണെങ്കിൽ നാളെ രാവിലെ ഈ മണ്ണിൽ ഞാൻ കാല് വെക്കാൻ പോവുക. പറഞ്ഞതിന് ശേഷം എന്തിനാടാ കവടിയിട്ട് നോക്കുന്നേ? ഞങ്ങൾ നിന്നെ പൂജാരി എന്ന് വിചാരിച്ചതാ ഏറ്റവും വലിയ തെറ്റ്. ഇനി ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന് നോക്ക്. മണിയാ, എന്താടാ? ആ സുഖാടാ. അതറിഞ്ഞാ മതി. വീട് എങ്ങനെയുണ്ട്? വീട് കണ്ടോ? ഈ വീട് ഞാൻ ദൃശ്യം പടത്തിൽ കണ്ടിട്ടുണ്ട്. നല്ല രസമല്ലേ? ആള് നോക്കാനില്ലെങ്കിൽ ഈ വീടൊക്കെ നീ ഷൂട്ടിങ്ങിന് കൊടുക്കൂടെ? ഏയ്, അങ്ങനെ മണ്ടയടിച്ച് ഞാൻ കീറിക്കളയും. വാ വാ, എല്ലാരും വാ. എല്ലാരും കേറി വന്നേ. ഡാ പോയി കഥ കുറക്കാം. ഒന്ന് നിക്കേ, ഞാൻ പോയി. ഇവ ഈ വീട് നോക്കില്ല. ഇവിടെ വന്നിട്ട് 10 വർഷമായി. ഇനി എന്റെ ജീവിതം എങ്ങനെ പോകുമെന്ന് അറിയില്ലേ. എന്റെ പൊന്നോ, എന്തൊരു വലിയ വീടാ! ഇത്രയും വലിയ വീട് വിട്ടിട്ടാണോ മണി നീ ചെന്നൈയിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നേ? 2 വയസ്സിന് ഞാൻ അനാഥനായതാ. എന്ത് പറയാനാ, ഒറ്റയ്ക്കാ വളർന്നത്. അൺബിലീവബിൾ. ബഡി ബ്രോ, എന്താ നീയാ ആ ഫോട്ടോയിൽ കാണുന്ന ആരാ? അതെന്റെ അച്ഛനും അമ്മയോ. അയാള് സയന്റിസ്റ്റാ. സയന്റിസ്റ്റാ? എന്താ ഇവര് കണ്ടുപിടിച്ചത്? ടൈം എങ്ങനെ വേസ്റ്റ് ചെയ്യുന്നു കണ്ടുപിടിച്ച ആദ്യത്തെ ആളാ. അത് കണ്ട എന്റെ അമ്മ പ്രേമിച്ചേ. രണ്ടുപേരും അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ. എന്റെ അമ്മയെന്ന് പറഞ്ഞ ഈ കൊട്ടാരത്തിൽ രാജ്ഞിയായിരുന്നു. എപ്പോഴും ചിരിക്കുന്ന എന്റെ അച്ഛനെ കണ്ടപ്പോ എന്റെ അമ്മ അങ്ങ് മയങ്ങിപ്പോയി. അതോടെ അമ്മയുടെ ജീവിതം കോഞ്ഞാട്ടയായി. ഡേയ് പിഞ്ഞാണിത്തല, ഇങ്ങോട്ട് വാടാ. എന്താളിയാ? ഇവിടുത്തെ നിയമം പറഞ്ഞു കൊടുക്ക്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കണം. മുകളിലോട്ട് ആർക്കും പ്രവേശനമില്ല. ഇവിടെ എവിടെ ഇരുന്നുണ്ടെങ്കിൽ വെള്ളം അടിക്കാം. മനസ്സിലായോ? ചെല്ല് ചെല്ല് ചെല്ല്. എമ്മി ചെല്ലടി. ബാക്ക് കണ്ട ജിമ്മാണെന്ന് തോന്നും. എന്താണ് അവിടെ ഒരു ശബ്ദം? അറിയില്ല. എന്താടാ പറ്റിയേ? ബോധം കെട്ട് വീണു. അവ എന്ത് കണ്ടാലും ആദ്യം ഇങ്ങനെ പേടിച്ചങ്ങ് വീഴും. എന്ത് കേട്ടാലും വീഴും. നിങ്ങൾ അകത്തോട്ട് ഇരുന്നേ. ചെല്ലാനേ. ബഡി ബ്രോ, എന്താ നീ എന്താ മോളിൽ പോകാൻ പാടില്ലാത്ത? പോകരുതെന്ന് പറഞ്ഞാ പോകരുത്. പോയി കഴിഞ്ഞാൽ നല്ല അടി വാങ്ങും. പ്രോഗ്രാം എന്ന് പറഞ്ഞ് മുകളിൽ കിടന്ന് കറങ്ങരുത്. എന്താടാ? ഗിഫ്റ്റ് ഫോർ യു. ആരാടാ? നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. ആ എന്റെ പൊന്ന നീയാ. നീ കാണും, ഞാൻ ഒറ്റയ്ക്ക് പോയി കാണാം. ഇതുപോലൊരു ഗിഫ്റ്റ് ആരും എനിക്ക് തന്നിട്ടില്ല. എന്റെ പൊന്നനിയൻ തന്ന ആദ്യത്തെ ഗിഫ്റ്റാ. എന്ത് കാണാൻ പാടില്ല അതേ തരൂ. ഭ്രാന്തായി. എന്താ ഇത്? ഇങ്ങോട്ട് വന്നേ. മോളിലേക്ക് എവിടേക്കാ പോകുന്നേ? മുകളിൽ എന്താ നോക്കാൻ പോയി? ചന്ദ്രമതി ജ്യോതിക മോളിൽ ഇപ്പൊ എന്ത് കാണാൻ പോവുക? മോളിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? പോ പോ, പോയി ഡ്രസ് മാറ്. മണി ആരെയും മുകളിലേക്ക് കയറ്റിവിടാൻ തയ്യാറായില്ല. നിങ്ങൾക്കും മണിക്കും ഇടയിൽ എന്താണ് പ്രശ്നം? ഞങ്ങൾ 3 പേർക്കും കല്യാണമായിട്ടില്ല. അതാ പ്രശ്നം. വിറ്റുപടം കണ്ടതിനാണ് ഞങ്ങളെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. അവനെ ഞാൻ വെറുതെ വിടില്ല. കല്യാണം അടുത്ത് വരുമ്പോ ഞാൻ അവന് ലെറ്റർ കൊണ്ട് കൊടുക്കും. അത് കണ്ട് അവന്റെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണേണ്ടി വരും. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. എനിക്ക് എൻ്റെ ഓർമ്മയെല്ലാം പോയി. ഒരാൾക്ക് വിക്ക് വന്നു, മറ്റൊരാൾക്ക് കാതെല്ലാം പോയി. അതോടെ ഞങ്ങളുടെ ജീവിതമെല്ലാം കഷ്ടത്തിലായി. മണി എന്തൊക്കെയുണ്ട്? റെഡിയാണോ? മണിയാ, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കയ്യിൽ എന്താടാ ഇത്? എല്ലാം നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന്? അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? എല്ലാം നിന്റെ കൂട്ടുകാരനല്ലേ ഞാൻ. നീ ചെയ്യുന്ന കണ്ട അങ്ങനെ തോന്നില്ലടാ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്ന ജോലി മാത്രം ചെയ്. ഇല്ലേ പോയി കിടന്നോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാണം കെടുത്തി? ഇവ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ടേ. എന്താ ഇനി ബ്രോയുടെ പാന്റ് മാത്രം ഒന്ന് ഊരി മതി. എന്താടാ പറയുന്നേ? ചിൽ ബ്രോ, ടീഷർട്ട് മാത്രം ഇട്ടാ മതി. ഓ, ഞാൻ വല്ലാതെ ഒരു സ്വപ്നം കണ്ടുപോയി. പോടാ. നീ ഇങ്ങനെ ഓരോന്നും പുറമ്പിക്കൊണ്ടിരുന്നോ? ഞാൻ പോയി പാൽ എടുത്തോണ്ട് വരാം. അളിയാ, എനിക്ക് പാലൊന്നും വേണ്ട. നീ പോയി നല്ലൊരു ചായ കൊണ്ടുപോവാ.
നിനക്ക് എപ്പോഴും തമാശ ആണല്ലോടാ. ശരിയാ, ഇവന്റെ അടുത്തൊക്കെ ഒരു കാര്യവും പറഞ്ഞിട്ട് ഒന്നുമില്ല. മണി മണി വാ രശ്മി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കോസ്റ്റ്യൂംസ് എവിടെയാ? എന്ത് നിക്കറോ? വെറുതെ കളിക്കല്ലേ. എലിമാളം അടയ്ക്കാൻ പോലും തുണിയില്ല, അതൊക്കെ അടയ്ക്കാനാ നോക്കുന്നേ. എടാ പോയി തുണി എടുത്ത് കൊടുക്കടാ. ഇത് തന്നെ ഞാനും പറയാൻ ആഗ്രഹിച്ചേ. വാ ബേബി അങ്ങോട്ട്. എടാ ഇത് നിന്നെക്കാളും മൂത്ത പെണ്ണ, നീ പോയി തുണി എടുത്ത് കൊടുത്തിട്ട് അവിടെ എങ്ങനെ പോയി ഇരിക്കും. ചെല്ല്. അയ്യോ പോ. കഷ്ടം തന്നെ. അവന്റെ ആദ്യ രാത്രി കുളമാക്കാൻ വേണ്ടി ഞങ്ങൾ ആ വീട്ടിനകത്തേക്ക് ചെന്നു. എന്തോ വീട്ടിനകത്ത് ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. വലിച്ചെറിയടാ അത്. എന്തോ വിചാരിച്ചല്ലോ. ഓർമ്മ വന്ന്. ഒന്നിന് പോണോടാ. ഓർമ്മ വന്ന്. ഡാ എവിടെയാടാ ബാത്റൂം? അയ്യോ എങ്ങോട്ടാ പോണ്ടേന്ന് അറിയില്ലല്ലോ. 10 റൂമുണ്ട്, ബാത്റൂം എവിടെയെന്ന് അറിയില്ലല്ലോ. ഓ ഇവനാണെങ്കിൽ കുറുക്കെ വന്ന് കയറുവാണല്ലോ. അവ ഇവിടെ തന്നെയുണ്ട്. ചാക്ക് ഡബിൾ എക്സലാടാ. കേറി പോടാ നോക്കി. വാ സൈലന്റ്. പിടിക്കടാ. എടാ നീ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ഇതിനെ കണ്ടുപിടിക്കോടാ. മ്യൂസിക് കേൾക്കുന്നത് മാമയുടെ ഫോണാണെന്ന് തോന്നുന്നു. എന്താടാ മാവോ? മാമാടാ. മാമനോ? മാമനെങ്ങനെ മാമ ഈ ചാക്കിനകത്ത് കയറി പറ്റിയത്? നിലയിലേക്ക് ആരും പോകാതെ മണിയൻ കാവല് നിന്നു. പക്ഷെ മണിയന്റെ ഭാര്യ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവളെ പിടിക്കാനായിട്ട് മണിയനും പുറകെ പോയി. അവനെ പിടിക്കാൻ അപ്പോഴാ എന്റെ തല ശരിക്കും വർക്ക് ചെയ്തത്. നിന്റെ ആണോ നോക്ക്. എന്റെ അല്ലെന്നേ. നില്ലടി, പറയുന്ന 5 രൂപ കോയിൻ. എന്താ പൊന്ന് കിളവാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. 1 2 4 10 കോടി രൂപ അകത്ത് വെച്ചിട്ട് 5 രൂപയ്ക്ക് വേണ്ടി തെണ്ടിക്കൊണ്ട് നടക്കുന്നല്ലടാ മരപ്പട്ടി. അവന്റെ ഭാര്യ മുകളിൽ എന്തോ അന്വേഷിക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലെ മണിയനോട് പകരം വീട്ടാൻ കുട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. ആര്? കുട്ടനോ? അതാരാ? അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു പഞ്ചായത്ത് മുഖ്യൻ. പഞ്ചായത്ത് മുഖ്യനും മണിക്കുമിടയിൽ എന്താണ് പ്രശ്നം? മണിയനും ഗ്രാമമുഖ്യനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഗ്രാമമുഖ്യൻ ഓൾസോ ഇൻജ്യൂർഡ്. നാട്ടിൽ പുതുതായി എന്ത് സാധനം വന്നാലും ഞാനാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടൻ വാങ്ങി വായിലിടുമായിരുന്നു. 4 ഗുളികയില് ഞങ്ങൾ 3 എണ്ണം കഴിച്ചു. ഞാനാടാ ഗ്രാമമുഖ്യം സംസാരിക്കുന്നത്. അതിൽ ഞാനാടാ ആദ്യം കഴിക്കേണ്ടത്, പിന്നുള്ളതാടാ നീയൊക്കെ കഴിക്കേണ്ടത്. പിന്നെ നീയൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഈ 4 ഗുളികയിൽ 1 എണ്ണം കഴിച്ചതുകൊണ്ട് കുട്ടന്റെ കണ്ണിന്റെ കാഴ്ച പോയി. അതുകൊണ്ടാ അവനും മണിയനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത്. എടാ മണി, നീ എവിടെയാടാ ഉള്ളത്? നീ ബൾബെല്ലാം ഫീസാക്കിയിട്ട് ഇവിടെ കയറി ഒളിച്ചിരിക്കണം അല്ലടാ. ഒരുത്തന്മാരും സന്തോഷിക്കരുത്. ഇതാ വരുന്നടാ. നീ ഈ റൂമിനകത്തല്ലേ ഉള്ളത്? നൂഡിൽസ് തലയാ, നിന്റെ നടു ഞാൻ ചവിട്ടി ഉടയ്ക്കോടാ. അയ്യോ എന്റെ കണ്ണട പോയി, ഒന്നും കാണാൻ വയ്യ. അയ്യോ എന്റെ കണ്ണ് കാണാൻ വയ്യ. അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എവിടെ? അയ്യോ മണിയാ, നീ ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്റെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിക്കും. രാവിലെ വെളുകെട്ടവനെ. എടാ ഇത് ഇവന്റെ മോന്റെ ഫോട്ടോ ഒന്നുമല്ല, ഇത് ഇവന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ തന്നെയാ. ഒരു കാശിന് ബുദ്ധിയില്ലാത്തവ. കുട്ടിക്കാലത്തെ ഒരു ഫ്രോഡ് ലുക്ക് ഇപ്പോഴും ഫ്രോഡ് ലുക്ക് തന്നെയാ. എങ്ങനെ അവനെ നാട്ടുകാർ അംഗീകരിക്കൂടാ? അത് വിടുമാവാ. ഇപ്പൊ അവനെ ഇരുത്തി കൊല്ലണോ, അതോ കിടത്തി കൊല്ലണോ, അതോ നിർത്തി കൊല്ലണോ, അതോ ശബ്ദത്തോട് കൊല്ലണോ, അതോ ശബ്ദം കേൾക്കാതെ ഇവനെ അറുത്തറുത്ത് കൊല്ലണോ, എങ്ങനെ കൊല്ലണോ? അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട. ഇവനെ വെളിയിലോട്ട് വിട്ടാൽ മതി. 1000 ആൾക്കാർ കൊല്ലാൻ കാത്തു നിൽക്കുക. എന്താ ഉടായിപ്പ്? അത്രയ്ക്ക് ഫ്രോഡാ. ഡാ 10 വർഷത്തെ പ്രതികാരമാടാ. അത് സാധാരണ പ്രതികാരമല്ലടാ. ഡാ മണിയാ, ആ വേദന എന്താന്ന് കാണിച്ചു കൊടുക്കണോടാ. ഇപ്പൊ എങ്ങനെ കാണിക്കാം? ബോധം കെട്ട് കിടക്കയില്ലേ? ഞാൻ കരുതി ഇവൻ പാവമാണെന്നാണ്. ഒരു ജോലി ഇല്ലാതെ കല്യാണം കഴിച്ച് സെക്യൂരിറ്റി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് വിചാരിച്ചപ്പോ ഒരു വെള്ളക്കാരി പെണ്ണിനെ കെട്ടിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കണം. എന്റെ വിശക്കുന്നടാ. ഇവിടെന്താ ഓറഞ്ചല്ല ഹോൾസെയിലായി വാങ്ങി വെച്ചത്? ഇത്രയും ക്ലാസ് എന്തിനാ? വെള്ളോടി ഉണ്ടോ നീ? ഹലോ ഇല്ല, വെച്ചു കൊടുക്കുന്നു. ജോലിക്കാരനെന്ന് പറയായിരുന്നു. താങ്ക് ഗോഡ്. എന്റെ വയറ്റിൽ ഒന്നുമില്ല. എന്റെ വയറ്റിലേക്ക് എന്തെങ്കിലും ഉണ്ടാവോ? വേണമെങ്കിൽ കുഞ്ഞിനെ തരാം.
എന്താ പറഞ്ഞേ? മിനുസമായ ദോശ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയുന്നത്. ഓ അങ്ങനെയാണോ? നൈസായിട്ടുള്ള ദോഷമാണോ അതോ കല്ല് പോലത്തെ ദോഷമാണോ? ഏതെങ്കിലും ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നാൽ മതി, ഞാൻ ദോശ കൊണ്ടുവരാം. റൂമിലോട്ട് ഞാൻ വേണമെങ്കിൽ ദോശ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടെ എന്തൊരു ചൂടാ. ആ. ഒന്ന് ഫാൻ ഇടാവോ? ഫാനൊക്കെ ഇട്ട് തരാം. നിങ്ങൾ പാൻ്റ് ഒന്നും ഇടാറില്ലേ? എൻ്റെ മാമനൊരു 60 വയസ്സുകാരനുണ്ട്. അങ്ങേര് ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ട് പോകത്തില്ല. ഉഷാറായിട്ടിരിക്കുക കേട്ടോ. അയ്യോ, ഓ പോത്ത കണ്ടാലും കണ്ടോ പടപടാന്നാണ് പോകുന്നത്. അയ്യോ, സോപ്പ് തേച്ച് നന്നായിട്ട് തേച്ച് വിട്ട് കൊടുക്കണം. അയ്യോ പാടാ. എന്ത് ചെയ്യണോ ഏത് ചെയ്യണോ ഒന്നും അറിയില്ല. യുവമരത്തിനെ കെട്ടിയിട്ടേക്കുന്നേ വെറുതെ ഇരുന്ന് മടുത്തു. പഴയ കോമഡി എല്ലാം ഉണ്ടാടേ. ഡേയ് ഡേയ് ഡേയ്, ഇവന് ചെവി പൊത്തന്ന് കേട്ടു. എടാ മുത്തേ, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. എടാ ഒന്ന് അവത്ത് വിടറാ. വേദനയുള്ള കാര്യങ്ങൾ വേദനയോട് കൂടിയേ മനസ്സിലാക്കിക്കാൻ പറ്റൂ. നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഞങ്ങളെ തെറ്റിദ്ധരിക്കും. അത് ഞങ്ങൾക്കറിയാം. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഡേയ്, നീ ആ കടയിൽ അങ്ങനെ പോയിട്ട് 2 സമോസ വാങ്ങിച്ചോണ്ടോ ആടേ. ഓ, സമൂസ വേണോന്നാ? ഇത്രയും പ്രശ്നങ്ങൾ നടക്കും ഞാൻ പോയി സമൂസ മേടിക്കാടാ. അതൊന്നും അല്ലടാ. അപ്പൊ ബോണ്ടയാണോ ചോദിച്ചത് നീ? എടാ നിന്റെ ഒറ്റ ഇത്രയും ഭീകരനായിട്ടിരിക്കുന്ന എന്നോട് നീ തമാശ പറയുന്നു. പ്രാന്തായി. നീ വിചാരിച്ചില്ലല്ലേ? നിന്റെ ആദ്യ രാത്രി തന്നെ നിന്നെ പൊക്കോന്ന് നീ ഒരിക്കലും വിചാരിച്ചില്ലല്ലടാ. സത്യമായിട്ട് ഞാൻ എതിര് നിന്നില്ലടാ. എല്ലാം കൂടെ പ്രാന്ത് പിടിപ്പിക്കുക. അഴിച്ചു വിടറാ. അത്രയ്ക്ക് ആവശ്യമുണ്ടോ? അഴിച്ചു വിട്ടോണ്ട് ഓടി കുടുക്കുടുകൂടാന്ന് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കണോ നിനക്ക്? നീ കെഞ്ചി പറഞ്ഞാലും കരഞ്ഞു പറഞ്ഞാലും നിന്റെ ഫസ്റ്റ് നൈറ്റ് ഒരിക്കലും നടക്കില്ല. അത് നടക്കുന്ന ഞാനും കരുതുന്നേ. ഒന്ന് അഴിച്ചു വിടറാ, ഞാൻ അവിടെ ഓടി കാണിച്ചു തരാടാ. ഓ, നിനക്കങ്ങ് കുളിര് കോരാണല്ലേ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കാനായിട്ട്. അത്ര ആശയാണെ പോയി കെട്ടിപ്പിടിച്ചേടാ. സമ്മതിക്കില്ലടാ. നിന്റെ ആദ്യ രാത്രി നടക്കില്ല. ഈ കഴുതയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവൂല. പന്നി ഇവിടെ ഇട്ടിട്ട് ഓമാരുത് ഇവിടെ പോയി കിടക്കണാന്ന് തോന്നുന്നു. നീ എന്തോ ചെയ്തോണ്ടിരിക്കാടാ? ആ പെണ്ണിനെ വളച്ചെടുത്ത് കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഇടുന്നു. എന്തെന്ന്? കല്യാണം കഴിക്കാൻ പോണെന്നാ? എന്തോന്ന്? എടാ, കിസ് വേണമെന്ന് അത്രയ്ക്ക് സുന്ദരനാടാ ഞാൻ. ലേറ്റ് ആകുമോ? ഇപ്പൊ തന്നെ തരാം. ഋതുവിനെ പോലെ തരണോ അതോ ആസിഫിനെ പോലെ തരണോ? ഹലോ ഹലോ ഹലോ, വിശക്കുന്നു. വിശക്കുന്ന എന്റെ പൊന്നുമൊക്കെ വിശക്കുന്ന. ഇപ്പൊ തന്നെ ജ്യൂസ് ഉണ്ടാക്കി തരാം. A for apple, B for banana, C for കിഴങ്ങ്. നീ എന്റെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം മോളെ. വെയിറ്റ് പ്ലീസ്. കടിച്ച് തിന്നാൻ തോന്നുന്നു. എങ്ങനെ നോക്കിയാലും ഇടുപ്പ് ആദ്യം മുടിയൊക്കെ വെട്ടി മനുഷ്യ കൊളുത്തി വാടാ, എന്നിട്ട് അവളെ നോക്കാം. നീ ഒരു കാര്യം മനസ്സിലായി, നീ അടിക്കുന്ന ജ്യൂസ് ആയാലും ആ പോയ പീസായാലും ശരി, ജീവിതത്തിൽ ഒരാൾക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. നീ ജ്യൂസ് അടി അടി. ഒട്ടും സമയം കളയാതെ അമേരിക്കയ്ക്ക് പോണം. പാസ്പോർട്ട് എവിടെ വെച്ചെന്ന് അറിയില്ലല്ലോ. എന്റെ പാസ്പോർട്ട് എവിടാന്നറിയാമോ? അയ്യോ, അപ്പോഴാ എന്റെ ദേവതയെ കണ്ടത്. ജൂലിയറ്റ്, എന്റെ ക്വീൻ, എന്റെ ഡാർലിംഗ്. ഞാൻ അവളെ കണ്ട ഉടനെ ഞാൻ വിവശനായി അവളുടെ മുകളിലേക്ക് വീണു. എന്തോ സൗന്ദര്യമായി, എന്തോ സൗന്ദര്യം. എന്റെ അമ്മോ, പെണ്ണിന്റെ എന്തോന്ന് വേല. അത് കണ്ട പവർ ഷോക്ക് അടിച്ച പട്ടിയ മാതിരി വെറി തറ വീണ് കിടക്കുന്നു. ഇങ്ങനത്തൊക്കെ മരണപത്രം അടിക്കുന്നതിന് പകരം കല്യാണ പത്രം അടിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? തിരുമാൻ വന്നതാ. തേങ്ങാ തിരുമാൻ വന്നതാ. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ. നൈസ്. നായമാര് നോക്കാതെ ആ പെണ്ണിൽ നിന്ന് കണ്ണെടുക്ക്. ഏയ്, ആരാടാ നിങ്ങള്? എന്താ ഇവിടെ ചെയ്യുന്നേ? ആഹാരം ഉണ്ടാക്കുന്ന സാറേ. യവനാ? അതിന് നിങ്ങൾ ആരെയും വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. ഏയ്, നിന്നെ
മണിയന്റെ സോഫയെ കൊണ്ടുവന്ന് കെട്ടിയിടണം. പറഞ്ഞോണ്ട് ചേർന്നിരിക്കും. കൊണ്ടുപോ. ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട. ഓരോരുത്തരും അവരവരുടേതായ സ്റ്റൈലിൽ സമീപിക്കാമെന്ന് തീരുമാനിച്ചു. ആര് ജയിച്ചാലും മറ്റ് രണ്ടുപേരും മാറിക്കൊടുക്കണം. അതായിരുന്നു കണ്ടീഷൻ. ഇപ്പോഴവരവസരം വീണ് കിട്ടിയത്. എങ്ങനെയും അവളെ വളച്ചെടുക്കണം. അവളെ വളച്ചെടുക്കണമെങ്കിൽ കാല് പിടിച്ചായാലും കെഞ്ചണം. അവള് നിർത്ത്. നിങ്ങൾ എപ്പോ നോക്കിയാലും നിങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ചാ പറയുന്നത്. വീടിനെ പറ്റി പറയൂ. ആ മണിയുടെ വൈഫിനെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് വേണ്ടി മണിയന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി എന്റെ ലവ് സ്റ്റോറി നിങ്ങൾ കേട്ടേ പറ്റൂ. പറഞ്ഞു തൊലയ്ക്ക്. അതെടുത്ത് വേസ്റ്റിലിട്ടേക്കോ. എന്റെ പ്രേമം അവള് ചവറ്റുകുട്ടയിലേക്ക് കസക്കി എറിഞ്ഞു. അങ്ങനൊന്നും ഞാൻ പരാജയം സമ്മതിക്കില്ല. പക്ഷേ അവര് രണ്ടുപേരും അവളെ വിടാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവർ അരുണെ താഴെ കാണി കയ്യിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യില് പിടിച്ച് വെക്കായിരുന്നു. കൈയെടുക്കാൻ പറയുന്നു. അവൾ എന്റെ മനസ്സ് തൊട്ടറിഞ്ഞവളാ. കെട്ടുപോയെന്നാ. കെട്ടുപോയൊക്കെ ജീവിതം കൊടുക്കുന്നവനടാ ഈ ഞാൻ. ഇപ്പൊ അവളെ എങ്ങനെ പൊക്കണം നോക്കിക്കോ. നോക്കി പോടാ. പഴയ ജോക്ക് വല്ലതും ഉണ്ടേ പറ. അരുണി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഉച്ചത്തി വിളിച്ചു പറഞ്ഞു. പക്ഷേ നീ കേട്ട ഭാവം നടിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തിയുമായിട്ട് വന്നത്. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ഞരമ്പ് മുറിക്കും. ഇഷ്ടമാണെന്ന് പറ, ഇല്ലെങ്കിൽ മുറിക്കും ഞാൻ. ഒരു ഭാഗത്ത് അരുണയെ ചുറ്റിപ്പറ്റി നടന്നു. പക്ഷെ ആ വെള്ളക്കാരി ഫസ്റ്റ് നൈറ്റുമായിട്ട് ഭർത്താവിനെ പോലും തിരക്കാതെ മറ്റെന്തോ തേടുകയായിരുന്നു. ഞങ്ങൾക്ക് യാതൊന്നും മനസ്സിലായില്ല. എല്ലാം ഒരു മായയായിരുന്നു. ഈ ഏതാ കാല് സോഫ ഏതാണെന്ന് അറിയാൻ പറ്റാതായല്ലോ. എല്ലാം വെളുവാന്നിരിക്കുന്നു. അയ്യോ മാഡം, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സമ്മതിക്കില്ല. ഇതെന്താ പച്ചക്കറി കടയാണോ? ഓരോരുത്തർക്കും വന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ലവ് ആണടാ. ഇവളുടെ അടുത്ത് ആദ്യം ഞാൻ തന്നെ എന്റെ ഇഷ്ടം പറയും. അവൾ വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ നീ വന്ന് പറയണം. ശരിയാ, നീ പറഞ്ഞ ഉറപ്പായിട്ട് അത് തള്ളും. ഞാൻ കേട്ടാ ഉടനെ അത് എനിക്ക് നല്ലതേ പറയൂ. ഇതൊന്ന് കൊല്ലുമെന്നാ? ഉറപ്പായിട്ട് ഇവള് നിന്നെ കൊല്ലും. ഇവൾക്ക് എന്നെയാടാ ഇഷ്ടം. ഇവൾക്ക് വേണ്ടി ഞാൻ ചാകാൻ വരെ തയ്യാറാണ്ടാ. എന്നാ ഇത് വെച്ച് കുതിച്ചാവ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാം. ഹലോ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? I love you. ദേഷ്യത്തില് ലവ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ കോറസിൽ കേൾക്കുന്നത്. എന്റെ തലവിധി. ശരിയെങ്കിൽ ഞാൻ ആദ്യം പറയാം. വേണ്ട, ഞാൻ ആദ്യം പറയാം. ഇതാ പ്രേതപടത്തിലെ ജോലിക്കാരനെ പോലെ വന്നിരിക്കുന്നേ. താങ്ക് യു. ഒന്ന് തൊട്ടപ്പത്തന അയാളെ കിളി പോയി. തൊട്ടപ്പോഴേ എനിക്ക് എന്തോ പോലായി. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക ഈ വട്ടന്മാർക്ക്. എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അടിച്ച് തലമണ്ട പൊട്ടിച്ച് കളയും റാസ്കൽ. പോയിനടാ. അരുണേ, കൊള്ളാമോ? അങ്കിൾ, നിങ്ങളും അങ്കിളോ? അത് കലക്കി. ഇയാളെ മാമാന്ന് വിളിക്കണം. ഞാനും സിംഗിള് തന്നെയാ. പയ്യന്മാര് ഫീൽ ചെയ്യുന്ന പോലെ കിളവനായിട്ട് ഫീൽ ചെയ്യാൻ നടക്കുന്നു. അരുണേ, അങ്കിൾ, 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 അങ്കിൾ. എന്നെ എന്തിനാ അങ്കിളെന്ന് വിളിച്ചത്? ഞാനും സിംഗിള് തന്നെയാ. അമ്മ പ്രസവിച്ചത് നേരത്തെ ആയിപ്പോയി. അമ്മേ, എന്നെ എന്തിനാ നേരത്തെ പ്രസവിച്ചത്? അതുകൊണ്ടല്ലേ എല്ലാരും എന്നെ അങ്കിളെന്ന് വിളിക്കുന്നത്. തമിഴില് പിന്നെ എന്നെ മാമാന്നും. അതിനൊക്കെ എന്ത് പാപമാ ഞാൻ ചെയ്തത്? അങ്കിളെന്ന് വിളിച്ച് എന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ? അരുണേ, ഞാൻ അങ്കിളല്ല, ചേട്ടനാ. ചേട്ടൻ. ഇപ്പൊ എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് അരുണേ. നീ സുന്ദരിയാണെന്ന് പറഞ്ഞ് ഞാൻ കുറെ അഹങ്കരിച്ചതാ. എന്റെ ഹൃദയം വിങ്ങി പൊട്ടുക.
ഇതിനെല്ലാറ്റിനും കാരണം എന്റെ പെറ്റമ്മയാ. ഡാ, ഈ സെന്റിമെന്റ് ഒന്നും നിനക്ക് വേണ്ട, അത് നിനക്ക് ചേരില്ല. നീ ജയിക്കാൻ ജനിച്ചവനാ ദാവൂദ്. ജയിക്കൂടാ, നീ ജയിക്കും. ജയിക്കും, നീ ജയിക്കും. ജയിക്കുക. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോ വെള്ളക്കാരി മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ മുകളിൽ പോകാൻ പാടില്ല എന്ന് മണി പറയുന്നത്? ചോദിക്കുന്നതിനല്ല ഞാൻ തന്നെ മറുപടി പറയണോ? അരുണയും ഇത് തന്നെയാ ചോദിച്ചത്. ഞങ്ങൾ 3 പേരും ഓരോരോ കഥകൾ പറഞ്ഞു. ഓ അതാ, നിങ്ങൾ മണിയുടെ അമ്മയച്ഛനെ കണ്ടിട്ടുണ്ടോ? അതെ, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിങ്ങൾ ഫോട്ടോയിലാണോ കണ്ടിട്ടുള്ളത്? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെറിയ വയസ്സിലെ മണിയുടെ അമ്മയച്ഛനെ എപ്പോഴും വഴക്കാം. സ്കൂളിൽ വന്നിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കൽ മണിയുടെ അമ്മയച്ഛനും ഒരിക്കൽ വലിയൊരു വഴക്കുണ്ടായി. ശേഷം മണിയുടെ അച്ഛൻ മണിയെ കൊണ്ട് നാടേ വിട്ടു. അതിനുശേഷം വീട്ടിൽ ആരും വരികയോ, അതിനുശേഷം ഈ വീട് ഇങ്ങനെ തന്നെ. മണി എപ്പോഴും എവിടെയോ വരുന്നെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് പോവാണ്. ഏയ്, നിക്ക്. മുഴുവൻ കഥയും ബാക്കി പറഞ്ഞു. പറയാൻ ഫസ്റ്റ് നൈറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഹലോ, എന്ത് പറഞ്ഞിട്ട് പോയി ആ വള്ളിപ്പയറ് പോലെ ഇരിക്കുന്ന വള്ളി ബ്ലാങ്ക്? മുകളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു കഥ പറഞ്ഞു. അവനൊന്നും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം കഥ. 300 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സുൽത്താനാണ് ഭരിച്ചിരുന്നത്. അയാളുടെ കോടിക്കണക്കിനായ രത്നങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ജിന്നായിരുന്നു. ജിന്നോ? ജിന്നെന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്ന പോലെ മദ്യമല്ല. ജിന്നെന്ന് പറഞ്ഞാൽ നാഗവല്ലിയും ലിസയും പോലത്തെ ഭയങ്കര ഒരു പ്രേതമാണ്. സത്യം, ഈ നിധി ആരെടുക്കാൻ വന്നാലും അവരെ കൊന്നു കുഴിച്ചു മൂടും ഈ പ്രേതം. ഏയ്, അതെല്ലാം വിട്ടുകളാ. വാ, നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മുകളിലാ? മുകളിൽ പോയാൽ ജീവനും മുകളിലോട്ട് പോവും. ഞാനില്ല, പോകണ്ടേ ചിന്ന പാട്ടിന്. പോ പോ, ആളിനെ വിട്, പോ പോ പോ. ഒന്നും പറയാതെ ഞാൻ തന്നെ പോയി ഒന്ന് നോക്കിയാലോ? ഇത് എന്ത് ഡ്രസ്സാ അങ്കിൾ? അങ്കിളൊന്നോ? അങ്കിൾ ഇത് എവിടേക്കാ പോകുന്നേ? അത് പിന്നെ ഇംഗ്ലീഷിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത വാക്കാ അങ്കിൾ. അതിനേക്കാൾ നല്ലത് പച്ച മലയാളത്തിൽ ചേട്ടാന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ ദാവൂന്ന് പേര് വിളിച്ചാലും മതി. ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, അങ്കിൾ എന്ന് വിളിക്കരുത്. ആദ്യമേ ഞാൻ അങ്കിളെ എന്നല്ലേ വിളിക്കുന്നത്. പിന്നെയും അങ്കിള് മുകളിൽ നിന്ന് താഴേക്ക് വന്നു, എനിക്കെന്തുകൊണ്ട് പോയിക്കൂടാ? അത് പിന്നെ ഞാൻ ഈ നാട്ടുകാരനല്ലയോ, അതുകൊണ്ട് പോയും വരെയൊക്കെ ചെയ്യാം. പക്ഷെ നീ പോകരുതരണേ. അതാ ഞാനും അയ്യോ, ചോദിക്കുന്നത്. പോകരുത്. ആ കയ്യിലും പിടിച്ചു വലിക്കുന്നു. എന്നാവട്ടെ, നമുക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ ചുറ്റിക്കറങ്ങിട്ട് വരാം. എനിക്ക് മുകളിൽ പോണം. അയ്യോ, അവിടെ പോയാ ജീവനാ പോകുന്നത്. എന്തുകൊണ്ടെന്ന് പറ. പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. മണിയന്റെ അച്ഛൻ വലിയൊരു സയന്റിസ്റ്റ് ആയിരുന്നു. രാത്രി 12 മണിയോ 1 മണിയോ ആയാലും ഉറങ്ങത്തില്ല. നേരെ വീട് വിട്ട് ചുടുകാട്ടിലേക്ക് പോകും. ചുടുകാട്ടിൽ ചെന്ന് ചത്തുപോയ ശവങ്ങളൊക്കെ മാന്തിയെടുത്ത് തലയോടുകളൊക്കെ ഇളക്കി വീട്ടിൽ കൊണ്ടുവന്ന് ജീവൻ വയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇളന്തോടെ മാജിക് കാണിക്കുന്നത് സൈലന്റായി അദൃശ്യനായി പോയി. ബന്ധമില്ലാതെ ആര് മുകളിലത്തെ നിലയിലേക്ക് പോയാലും അദ്ദേഹത്തെ പോലെ ഒരു സംശയം വേണ്ട, ഉറപ്പായിട്ടും ഭ്രാന്ത് പിടിക്കും. വേണേ മുകളിലോട്ട്. വേണ്ട വേണ്ട, എനിക്ക് വെള്ളം ദാഹിക്കുന്നു, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. അയാള് പറഞ്ഞ നുണക്കഥ കേട്ടോ. ഭയക്കുമ്പോ പോലും അവളുടെ സൗന്ദര്യം കണ്ടാൽ 16 ദിവസത്തേക്ക് വിശക്കത്തില്ലടാ. ഏഞ്ചല കിറുക്ക് പിടിച്ച കിളവാ. എന്തോന്നിത്? കക്കൂസിൽ മുഖം ഇടിച്ച് വീണ? മുഖം മൊത്തം രക്തമാണല്ലോ.
എന്നാ അവിടെ മോഹൻലാൽ ഒരു സീബ്ര പോലെ ഇരിക്കുന്നത്. പോയില്ലടാ അസൂയ മൂത്തവന്മാരെ പിശുക്കു പിടിച്ചവന്മാരെ ദരിദ്രവാസികളാ. നീയൊക്കെ സ്റ്റെയർ കേസിലാടാ ലവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ ദാവൂദ് സ്ട്രൈറ്റ് ആയിട്ട് ലവ് പറയൂടാ. ഞാനിപ്പോ ഫോൺ ചെയ്തിട്ട് ഒരു പ്രാന്തൻ ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. സോപ്പിട്ട് തന്നവളേ അരുണെ വളർത്തപ്പോ നിനക്കൊക്കെ നീർന്നോടാ പന്നന്മാര്. അഴകിയില്ല എനിക്ക് ഒരു സ്റ്റൈല വീണ്ടും കിടന്നു ഡാൻസ്. എന്റെ കണ്ണാടി, എന്റെ കണ്ണാടി, അയ്യോ എന്റെ കണ്ണാടി എവിടെയാണ് എന്തോ. അയ്യോ ഒന്നും കാണാനും പറ്റുന്നില്ല. അയ്യോ കണ്ണാടി 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 ഇതിന്റെ അടിയിൽ നോക്കാം. ഒരു മിനിറ്റ് മണി എന്താ ചെയ്തത്? അയ്യോ മണിയാ, നിന്നെ ആരാടാ കെട്ടിയിട്ടെ? എടാ എന്നെ ഒന്ന് അഴിച്ചു വിടാ. അടി കൊടുക്കണ്ടായിരുന്നു അവന്മാർക്ക്. ഞാൻ ഉണ്ടല്ലോ നിനക്ക്. അടിക്ക്, ഞാൻ അഴിച്ചു വിട്. നിങ്ങൾ തന്നെയല്ലേ കെട്ടിയിട്ടത്, പിന്നെ എന്തിനാ അഴിച്ചത്? ഡമുക്ക് ഡിമുക്ക് ടമാ ഡിമാ മണിയനെ ആരോ പിടിച്ച് കെട്ടിവിട്ടാ. അവന്മാര് വലിഞ്ഞു കളഞ്ഞു. ഞാൻ അഴിച്ചു വിട്ടാ. കണ്ട കിളവാ, നേരത്തെ നമ്മളല്ലേ അവനെ കെട്ടിയിട്ടത്. എന്തിനാ പോയി അഴിച്ചിട്ടത്? നമ്മളായിരുന്നു. എന്റെ അച്ഛന്റെ മുഖം ഓർത്തോണ്ട് അവന് കൊള്ളാം. ഇല്ലെങ്കിലുണ്ടല്ലോ അവനെ ഞാൻ തീർത്തേനെ. ഇന്ന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ അവൻ ഇനി ആദ്യ രാത്രിയെ കുറിച്ച് ചിന്തിക്കരുത്. എന്താ മുതലോട് കൊടുക്കണം? അതെ, മുതലയുടെ പുറത്ത് കാര്യം കയറ്റി വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാ. കൊതുകരി ഓടാ കൊളമാക്കി ആദ്യ രാത്രിയെ ആഘോഷിക്കരുത്. ഇത് ആദ്യമേ പറയണ്ടേ എന്നോട്? മാമാ ഒന്നും പേടിക്കണ്ടേ. നമ്മൾ ഈ ജ്യൂസിനകത്ത് നമ്മളെ പൊടി ഇട്ട് കൊടുത്തിട്ട് അവൻ ഗ്യാസ് വിടുമ്പോ ആ നാറ്റം സഹിക്കാൻ വയ്യാതെ അവൾ അവിടുന്ന് പോവും. അങ്ങനെ ഫസ്റ്റ് നൈറ്റ് കൊളോ. ഈ തോക്ക് എവിടെ വെച്ചേക്കാ? 97 കൊലപാതകം. ഇനി കൊല ചെയ്യണോ? എന്താടാ തോക്കെടുക്കുന്നേ? ഇതൊരു ചെറിയ വിഷയമല്ലേ, സ്നേഹത്തോടെ സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? എടാ പിഞ്ഞാണിത്തലയാ, അവൾ എങ്ങനെയാടാ വീട്ടിനകത്ത് കയറിയത്? എത്ര രൂപ വാങ്ങി? നീ ഇതെല്ലാം കൂടെ വിറ്റ് തുലയ്ക്കുമല്ലേടാ? ഇതെന്ത് തോക്ക് കഴുത്തി വെച്ചപ്പോ തന്നെ മയങ്ങി വീണു. ഇവ ഇത്രയ്ക്കുള്ള എന്താടി ഇവരെന്താ കെട്ടിപ്പിടിക്കുന്നേ? എന്താടി നീ എന്റെ അടുത്തോട്ട് വരണ്ട. നീ അവനെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുക. അതല്ലേ നിന്റെ പ്ലാൻ? ആര് അവൻ സീരിയസ് ആണെന്നോ? അവൻ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കോ. ഡേയ് പിഞ്ഞാണി തലയാ. അയ്യോ ഇവൻ ചത്തുപോയത് തന്നെ. എന്താടാ മുഖത്ത് തുണിയിട്ടുകൊണ്ട് വരുന്നേ? അത് മോം നീരാണോ? അത്തിപ്പടം ജ്യൂസാ? ഞാൻ ഇവിടേക്കാണെന്ന് പോകുന്നില്ല. ഞാൻ പോട്ടെ ഇവിടുന്ന്. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾ വിചാരിച്ചു ഇതിനു വേണ്ടിയാ തിരിച്ചു വന്നേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ലിങ്ക് ഉണ്ട്. എടേ നിന്റെ പ്ലാൻ ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ. നിന്റെ മരം മോത്തെ കൊണ്ട് പോടി, ഇറങ്ങി പോടി. കാണാൻ കൊള്ളാം, കയ്യിരിപ്പ് കുഴപ്പമാ. എടാ പ്രാന്ത, അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നീ നോക്കണ്ടേടാ. ഒരാളല്ലടാ, മുഴുവൻ ആൾക്കാർ അകത്തുണ്ട്. കൂടെ വാടാ. എല്ലാത്തിനും കൊന്നുകളയും. മണിയാ എവിടെ? ഈ റൂമില്. ആ റൂമിൽ തന്നെ. എന്താടാ ഈ റൂം മാത്രം വൃത്തിയാക്കി വെച്ചിരിക്കുന്നേ? എല്ലാരും ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ഒരുമിച്ച് വന്നിരിക്കുന്നേ. ഈ റൂമിൽ പോയി നമുക്ക് അവരെ പിടിക്കാൻ പറ്റും. ഇതിനകത്തു ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ. സത്യം പറ, നീ അവരെ എവിടെയാ ഒളിപ്പിച്ചേ? സത്യോടെ പറയുന്നത് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എവിടെയാടാ ഓടുന്നേ? അവിടെ തന്നെയാണ്. എടാ പിഞ്ഞാണി തലയാ, ഒരുത്തൻ ചത്തടാ. തലയ്ക്ക് വെളിവില്ലാത്ത യവനായിരുന്നോ? ഒരുണ്ട പാഴായി. ദാ വരുന്നടാ. ഈ ജ്യൂസിനെന്താ ഇത്ര എരിവ്? ഭയങ്കര സ്പൈസി. സ്വന്തമായിട്ട് വീടും വെച്ചിട്ട് ഫോണിൽ പോയി കിടന്നിട്ട് ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കും. കളഞ്ഞിട്ട് പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. കയ്യിൽ പെടരുത്. എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാം.
മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. വന്നാ ഞാൻ ക്ഷമിക്കും. ഇറങ്ങി വാടാ. വരാനല്ലേ പറഞ്ഞേ? ഇതെന്താ ഒരു ബെല്ലിന്റെ സൗണ്ട്? കഥക് തുറന്ന് ആര് വരുന്നോ അവരോട് ഞാൻ ക്ഷമിക്കും, വെറുതെ വിടും. ആരാ വീണ്ടും ബെല്ലടിക്കുന്നേ? അടുത്ത എന്ത് മാരണമാണ് വരുന്നതെന്ന് അറിയില്ല. ഈ സമയത്ത് ഇത് ആരാ വരുന്നേ? മതിയാക്കടാ, കഥക് തുറക്കാല്ലോ. നോക്കിയതും ഞങ്ങളുടെ സ്വപ്ന റാണി, അഴകിന്റെ രാജകുമാരി, ദേവതയായ ഓബിയ. അയ്യോ, ഓവിയെ പോലുള്ള ആളാ. എന്താണ് ഓവിയ വീട്ടിലേക്ക് വന്നെന്നോ? അതെ, ഓവിയ തന്നെ. ഓവിയോ? ഞാനൊരു ഓവിയ ഫാനാണ് സാർ. ഒന്ന് പോടാ. അമ്മ പ്രേതം അല്ല, ഓവിയ മേഡമാണല്ലേ? ഹായ്. എന്താ ഇത്? ഇതോ കറണ്ട് പോകുമ്പോ വിളക്കെത്തിക്കാനുള്ള സാധനം. ഇത്രയും എന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റാ, അദ്ദേഹം കണ്ടുപിടിച്ചതാ. എന്താ ഈ വേഷത്തിൽ വന്നേ? അല്ല, എനിക്കിവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ആയില്ലേ? ബ്രേക്ക് ഡൗൺ ആയി. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ സ്റ്റേ? എന്താ മേഡം, ഇത് എന്റെ വീടല്ല, ഓവിയായിയുടെ വീട്. അകത്തേക്ക് വരൂ മേഡം, വരൂ. ഒരു കുഴപ്പമില്ല, ഇവിടെ സേഫ് ആയിരിക്കും. കഥക്ക് പോലും ആരും തുറക്കില്ല. ഇതെന്റെ അപ്പൂപ്പന്റെ അന്തപുരമാണ്. എന്തിനാ ഈ കണ്ണിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഈ വീട്ടിലുണ്ടല്ലോ മുഴുവൻ എലിശല്യമാ. അതിനെയൊക്കെ വെടിവെക്കാൻ വേണ്ടിയാ. ദേ അങ്ങോട്ട് നോക്ക്, ദാ ഇപ്പൊ കണ്ടോ? ഇപ്പൊ തല ചെതറി കാണും. നിങ്ങൾ ഇത്ര ഭയങ്കരനാണല്ലേ? ഞാനും ഈ തോക്കുമായിട്ട് എപ്പോഴും ഇവിടെ കാണും. ആ റൂമാണ് നിങ്ങളുടേത്, അകത്ത് പോയി കാണും. താങ്ക് യു സോ മച്ച്. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ താങ്ക് യു. നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുമെന്ന് അറിയാം, താങ്ക് യു. അതുപോലെ നന്നായിട്ട് അടിക്കുമെന്നും അറിയാം. വെള്ളം കുടിക്കുമെന്നാ പറഞ്ഞേ. ഓ അങ്ങനെയാണോ? ഇഷ്ടപ്പെട്ടോ? പേരെന്താ പറഞ്ഞേ? ആ മണി. ഓ സോ സ്വീറ്റ്. മണി, എനിക്ക് ചൂടായിട്ടൊരു കോഫി. മേടപ്പൊക്കോ, ഇപ്പൊ ഇട്ടോണ്ട് വരാം. ഒന്നേ. ആരാണ് അകത്ത് കയറിയത്? എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും ഞാൻ. മര്യാദക്ക് ഞാൻ പറയുന്ന കേൾക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്തോന്നിട്ട് കുട്ടികളോ? അവൻ കുട്ടികളെ വെച്ച് നിന്നെ പഴി വാങ്ങിപ്പിക്കുമെന്തോ? പൈന്റ് വാങ്ങണമെന്നാ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വാങ്ങിച്ചു വെക്കായിരുന്നല്ലോ. കാപ്പി എന്തിനാ ചോദിച്ചേ? എരുമ എന്തായാലും ഇട്ട് കൊടുക്കാം. അത് കനങ്ങാതെ പോടാം, മരമണ്ടമല്ല. പെണ്ണുങ്ങൾക്ക് ചായ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നവരെക്കാൾ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നവരാണ് ഇഷ്ടം. അവൻ കറക്റ്റ് റൂട്ട് തന്നെ മാമ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ തലയിലെടുത്ത് എന്ത് പറയാനാ? നിങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാപ്പിപ്പൊടി എവിടെ ഇരിക്കണമെന്ന് പറയാം. ചെവിയായിട്ടൂടെ? ഓക്കെ, താങ്ക് യു. ഇതാര ശബ്ദം? ശരി, ആദ്യം കാപ്പി കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. മണി, മണി, ദാ വരുന്നു മാഡം. മണി, എവിടെ എന്തോന്നിന് കിടന്ന് വിളിക്കണത്? ഞാൻ വരുന്ന കണ്ടില്ലേ? ഇപ്പോഴാ നേരിട്ട് കണ്ടേ. ദാ മണി, ഒരു ബാഡ് ന്യൂസ്. എന്താ? നിങ്ങളുടെ കാമുക കളഞ്ഞിട്ട് പോയോ? ഇതുവരെ റെഡി ആയില്ല. സോ നൈറ്റ് ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ. ഇത് ആര് പറഞ്ഞത് ബാഡ് ന്യൂസ്? ഇത് ഗുഡ് ന്യൂസ്. കട്ടിലൊക്കെ ഒരുപാടുണ്ട്, അതിന്റെ അടിയിൽ വേണമെങ്കിലും കയറി കിടക്കാം. പക്ഷേ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ മേഡം? എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഫുള്ള് വേണമെന്നാണോ? കട ഇപ്പൊ അടച്ചു കാണുമല്ലോ. മണി, ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോ ഒരു ടെഡിബെയറിനെ കെട്ടിപ്പിടിച്ചാ ഉറങ്ങാറ്. ഇതാരാ പറഞ്ഞത് വൃത്തികേടാണെന്ന്? ഇത് നല്ലതാണല്ലോ. എന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ ടെഡിബെയർ പോലെയായിരിക്കുന്നത്. വഴിക്ക് വന്നു. ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചുറങ്ങി. എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാന്നോ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. താവൻ വെളുക്കുമ്പോ കുളിക്കണ നേരത്ത് പിന്നിൽ നിന്ന്
കുഴപ്പമില്ല, തലേണ വന്നു. അയ്യോ അടിപൊളി മണി, ഇത് മതി. താങ്ക് യു സോ മച്ച്. അത് തന്നെ. ആരാടാ ഈ സമയത്ത് ഇതുകൊണ്ടൊന്ന് വിടട്ടെ? എന്തു പറ്റി? കൊതുക് നന്നായി കടിക്കുന്നു. ആ, വേറെ റൂമുണ്ടോ? വേറെ റൂമിലാ? അതെ. ശരി, വന്നോ. യെസ്. മണി, നിന്റെ കാര്യം തീർന്നടാ. ദാ വരുന്നടാ. എന്റെ കൺവെട്ടത്തിൽ എവിടെയെങ്കിലും നിന്നെ കിട്ടിയ നീ വേറെ, നിന്റെ പരിപ്പ് വേറെ. എത്ര നാളായാലും കുഴപ്പമില്ല, 1 വർഷമായാലും കുഴപ്പമില്ലടാ. നിന്റെ മുന്നിലും പിന്നിലും ഞാൻ കുത്തി കീറുവിടാ. മണിയൻ കല്യാണം കഴിച്ചതുപോലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. അവൻ ഓവിയെ പോലും വളച്ചെടുക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയായി. അതൊരിക്കലും നടക്കരുത്. അതിനുവേണ്ടി അവൻ്റെ കല്യാണ ഫോട്ടോ കൊണ്ടുവന്ന് ഓവിയോ കാണത്തക്ക രീതിയിൽ വെച്ചത്. അയ്യോ, കോമ്പിനേഷൻ കണ്ടില്ലേ? കറുപ്പ് ചട്ടിയിൽ വെള്ള കേക്ക് ഉച്ച പോലുണ്ട്. സോറി മാഡം, അറിയാതെ വീടുപോയതാ. എന്റെ ജനനം തന്നെ ആ റൂമിലാ. ഞാൻ ജനിച്ചതോടെ ആ റൂമിൽ കിടന്ന മുത്തശ്ശി ചത്തുപോയി. അവിടെ ആരും പോവാറില്ല, നിങ്ങൾ പൊക്കോ. മുകളിൽ എന്താ ഉള്ളേ? നിങ്ങൾക്ക് താഴെ എവിടെ വേണമെങ്കിലും പോവാം, പക്ഷേ ഈ മുകൾ ഭാഗത്ത് ഒരിടത്തും പോവാൻ പാടില്ല, മനസ്സിലായോ? ഇതാരുടെ ഇവിടെ കൊണ്ടുവച്ചേ? എനിക്ക് കല്യാണപ്രായം ആയില്ല മാഡം. കള്ള തെമ്മാടി പറ്റിക്കാൻ പറയുക. വെള്ളക്കാരിയോട് കഴിച്ചു മാഡം, ഒരു പ്രാവശ്യം. അത് പറയാൻ എന്തിനാ മടിക്കുന്നേ? അത് പിന്നെ മാഡം, 86-ലെ കത്തിലൂടെ പ്രേമിച്ചു. 2K കിഡ്സ് എല്ലാം ട്വിറ്ററിലൂടെ പ്രേമിച്ചു. 96-ലുള്ള ഞങ്ങളൊക്കെ എവിടെ പോയി കിടന്ന് പ്രേമിക്കാനെന്ന് വിചാരിച്ച് കാലം പോയി. അതോടെ പ്രേമത്തോടും വിശ്വാസമില്ല, കല്യാണത്തോടും വിശ്വാസമില്ല, പിന്നെ ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ ഇപ്പൊ വിശ്വാസം വന്നു. എന്തിനെ കുറിച്ചാ? ദൈവത്തിൽ. ഭയങ്കര. മാഡം, എപ്പോഴും ഓർമ്മിക്കാൻ ഒരു സെൽഫി എടുത്തോട്ടെ. സെൽഫി എന്തിനാ? ശരി ശരി, വരൂ വരൂ വരൂ. ഒന്ന് ചിരിച്ചേ. അങ്ങനെ 90s നോട്ടി ഞാനേ, 2K ബ്യൂട്ടി നീയേ നീയേ ഇടി നീയേ. എനിക്ക് പെണ്ണ് കിട്ടിയിടാ. എന്തോന്നട ഇത്? പാടാ പാട്ട്. സൈക്കിൾ ഗ്യാപ്പിലെ സൈറ്റ് അടിച്ച് ഉഷാറാക്കിയവൻ, കമ്പി കെട്ടും കഥ പറഞ്ഞ് ഒളിച്ചേറിയവൻ. നല്ല ക്യൂട്ടായ കപ്പിൾ നമ്മൾ ഹണിമൂണ് കൊണ്ടാടുവാൻ ടൈം ട്രാവൽ ചെയ്ത് ഭൂതകാലം പോകാം വാ. വടി 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 ബോംബെ റോക്കറ്റ്, അടിപൊളിയായി ഞാനും ഇട്ട് ജാക്കറ്റ്. ഡും 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 ഡും. അയ്യോ, എവന്റെ ആട്ടോ അവളുടെ ചാട്ടവും കാണുമ്പോ മീശമാധവനല്ലേ ദിലീപിനെയും കാവ്യാമാധവനെയാ ഓർമ്മ വരുന്നത്. ഹോളിവുഡ് റോസ് നീയെ, കോളിവുഡ് ജാക്ക് ഞാനേ, ബ്ലാക്ക് വൈറ്റും ഒന്നു ചേർന്നാൽ നാടിനാകെ കൊണ്ടാട്ടമേ. ുള്ളിൽ പാതിയിടം നിനക്കിടാ, നിന്നെ വളച്ചു തിന്നാൽ മുതവും എനിക്കിടാ. ഒന്ന് സത്യം ചെയ്യടി നിന്നാലെ വട്ടു പിടിച്ചടി, ഒന്ന് സത്യം ചെയ്യടി നിന്നാലെ വട്ടു പിടിച്ചടി. ഞാനോ വെയിറ്റിംഗിലാ, ബായ് പറഞ്ഞ് കൂടെ വന്നിടൂ. തക്കിട്ട് തക്കിട്ട് തക്ക് തക്കിട്ട് 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 തക്ക് തക്കിട്ട് 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 തക്ക് തക്കിട്ട് 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 തക്ക്. ഹേ കുട്ടി 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 മാമി, ഹേ കുട്ടി 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 മാമി. അയ്യോ, എന്താടാ എന്റെ പെണ്ണ് വളയ്ക്കാൻ നോക്കുന്നോ? ഐലേസ ഐലേസ മേളമടി ഐലേസ, അടുത്ത് വന്ന് ഐലേസ കിസ് അടിക്കട ഐലേസ. പാപി മകനേ, പാപി മകനേ, പാപി മകനേ നീ വാ എന്റെ റൂമിനടുത്ത് അടിക്കാം ഒരു ഡപ്പാങ്കുത്ത് ഗുമുക്ക്, നീ എന്റെ മാത്രം കേടി ബേബി. ജീൻസ് അടിഞ്ഞാൽ ചിരവട, നീ ഞാൻ കഴിച്ച മസാല വട.
മജാവേലെ മജാവാൻ ഉഷാറാക്കിയവൻ അഞ്ചരയ്ക്ക് തേങ്ങ ഉടച്ച് തകർക്കുന്നു അവൻ. ഞാൻ ആരാണെന്ന് എന്നോട് ചോദിക്കുന്നതിനേക്കാളും വേറെ ആരുടെടുത്തെങ്കിലും പോയി അവൻ ആരാണെന്ന് ചോദിക്കേ. എല്ലാവരും ടാലന്റ് അല്ലേ മാമാ? ടാലന്റ് എന്ന് പറയാൻ വേണ്ടി ഒന്നും ഇല്ലടാ. 1 2 3 4 കൃപയേ 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 നീ വന്നാൽ അത് ഞങ്ങൾക്ക് കൃപയേ 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 നീ വന്നാൽ അത് ഞങ്ങൾക്ക് കൃപയേ. എന്താടാ ഇത്? ഓവ്യ ഓവ്യ ഉമ്മ കൊടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ ഞാൻ മാമൻ. വരൂ. മാമനോ? അതെ മോളെ. എന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്റെ അച്ഛന്റെ കൈവശമായിരുന്നപ്പോഴാ ഈ വീട് മൊത്തത്തിൽ ഞാൻ കണ്ടത്. ഞാനന്ന് അമേരിക്ക, ജർമ്മൻ, ഫ്രാൻസ് അങ്ങനെ റിട്ടേൺ എങ്ങും ജോലി കിട്ടാഞ്ഞതുകൊണ്ട് ഫൈനലി ഓസ്ട്രേലിയയിൽ പോയി സിമ്പിളായി സെറ്റിൽഡായി. അവിടെ ആണെങ്കിൽ ആൻഡ്രിയ, സേൻഡ്രിയ, മാൻഡ്രിയ എന്ന 4 എവിടെ എങ്ങോട്ട് പോയി? അല്ല ഞാനിതിപ്പോ എവിടാ നിൽക്കുന്നത്? ഓവിയ വന്നു, നടുവിന് കയറി പിടിച്ചു. നടുവ് കാണാനില്ല. വെളിയിൽ പോയി നോക്കാം നടുവുണ്ടോ. മാമയ്ക്ക് പുതിയ ഏതോ ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. തൊട്ട് നോക്കി, പക്ഷെ ഇടുപ്പില്ല. ഇടുപ്പ് കാണാനില്ലടാ. നമ്മുടെ താരറാണിയുടെ ഇടുപ്പിനെ കുറിച്ച് കേരളം മുഴുവൻ അറിയാം. 0 സൈസ് ആണെന്ന് എന്റെ അടുത്താണ് നിങ്ങൾ പറയുന്നത് കേക്കടാ. കിളവാ, നിങ്ങൾ ഈ തൊട്ട് തലോടി നിൽക്കുന്നത് ഞാൻ കണ്ടു. ചുമ്മാ അടന്ന് പുലമ്പാതെ. തൊട്ട് പക്ഷെ ഇടുപ്പ് കാണാനില്ല. എടാ മുതുക്ക് കിളവാ, എന്തിനടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? തൊട്ട ഉടനെ ഷോക്ക് അടിക്കുന്നതാ. എന്റെ താരറാണിയെ കണ്ടാലേ ഷോക്ക് അടിക്കും. അപ്പൊ പിന്നെ തൊട്ടാ ഷോക്ക് അടിക്കൂലേ? ഇപ്പൊ നോക്ക്, ഞാനിപ്പോ എന്താ കാണിക്കാൻ പോണെന്ന്. മാത്രം ഇടുപ്പിൽ പിടിച്ചോണ്ടിരുന്ന അവധി ഞങ്ങളെന്തോ പഴം വെച്ചോണ്ടിരിക്കാനോ? എന്താ കൊല്ലണോന്നാ? എന്താ ചെയ്തേ പറ്റുള്ളൂ. വാ ഓടിപ്പോയി നമുക്ക് പോയില്ലടാ പോ. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്യാതെ ഓവിയായ പൊക്കാൻ പോയി. ആ എല്ലായിടത്തും നിങ്ങളുടെ അച്ഛനെ കൂട്ടിയിൽ ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ? ഭയങ്കര തമാശക്കാരനാണ്. അച്ഛനാണത്രേ. മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കും. അതുപോലൊരു പ്രാന്ത് സയന്റിസ്റ്റാ. ഇതിനൊക്കെ ആരാ അച്ഛനെന്ന് പറയുന്നേ? പോസിറ്റീവേ ഇല്ല, നെഗറ്റീവ് മാത്രം. എന്ത് കാര്യത്തിനൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങയുടെ സ്വഭാവം കൊണ്ട് അയാൾ ആരും അംഗീകരിക്കാറ് പോലും ഇല്ല. അത്രമാത്രം വൃത്തികെട്ട ആളാ. ഒരു തവണ തീരുമാനം എടുത്താൽ ഓവി എല്ലാ വേറെ ഏവളായാലും ഞങ്ങൾ അഴിച്ചു നോക്കിയപ്പോഴാ അറിയുന്നത് അത് ഓവിയല്ല, പ്രേതമാണെന്ന്. യു ഡോണ്ട് ഫിയർ. എടാ പെണ്ണിനെ പൊക്കാൻ പറഞ്ഞ ബൊമ്മ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഇതെന്താ അത്ഭുതമാ ഇത്? നിങ്ങളെ എടുത്തോണ്ട് വന്നത്. പിന്നെ പറഞ്ഞേ അത് ഓവിയ അല്ലടാ, പ്രേതമാ. പ്രേതമാണെങ്കിൽ കാണാൻ സുന്ദരിയല്ലേ? അവളെ പൊക്കിക്കൊണ്ട് വന്നൂടായിരുന്നോടാ. എടാ മുതുക്ക് പ്രാന്താ, നിന്റെ തലക്കകത്ത് വല്ലതും ഉണ്ടോടാ? ഉണ്ണിയപ്പ തലയാ. ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും പറയുന്നു അത് പ്രേതം അല്ലെന്ന്. എന്നെ കാണിക്കടാ, എന്നെ കാണിക്കടാ. നിങ്ങൾക്കാർക്കും അവള് പ്രേതമാണെന്ന് മനസ്സിലാവത്തില്ലടാ. പ്രേതമോ? യെസ്, ഷീസ് എ ഗോസ്റ്റ്. മുകളിൽ എന്താ ഇത്ര റെസ്ട്രിക്ഷൻസ്? ഞാനും മോളിൽ പോയിട്ട് ഒരുപാട് നാളായി. അവിടെ പോവാനായിട്ട് എൻ്റെ അമ്മ സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് മുകളിലേക്ക് പോവാൻ തീരുമാനിച്ചു. നമ്മൾ എന്തുമാത്രം കോമഡി പറഞ്ഞാലും ഒരു ചിരി പോലും നൽകാതെ അവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇല്ലേ കരയും. ഞാൻ എന്തുമാത്രം കോമഡി പറഞ്ഞ അയാൾ ചിരിക്കാറേ ഇല്ല. എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു വൃത്തികെട്ടവനാ. അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്റെ വയറ് കത്തുന്നു. അയ്യോ എരിഞ്ഞിട്ട് പാടില്ല. എന്ത് മനുഷ്യനാ മാമാവായി? പ്രേതത്തിന്റെ കൂടെ സഹവാസം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോടാ, നിങ്ങളല്ലയോ കേൾക്കാൻ. ഞാൻ മാമ ഇടുന്ന നന്നായിട്ട് ഇടി കിട്ടും. അതിന് ഭേദം ഇവിടെ എത്ര വേഗം പോകുന്നതല്ല. വാ പോവാം. വരണടാ ഇവിടെ. മണി അവൻ ശരിയാവത്തില്ല. മാമ നോക്ക് മാമ, ബാല്യകാല സുഹൃത്ത് മണി എങ്ങനെ വിട്ടിട്ട് പോകും മാമ? എത്രയൊക്കെ മണിയൻ ശത്രുവാണെങ്കിലും ഒരു കാലത്ത് ഞങ്ങളുടെ സുഹൃത്തായിരുന്നില്ലേ? അതുകൊണ്ട് ഓവിയയിൽ നിന്ന് മണിയനെ രക്ഷിക്കണം. ഓവിയ
ഈ വീട് മുഴുവനും തേക്ക് കൊണ്ടുണ്ടാക്കിയതാ. നിങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയതാണോ? എന്റെ അച്ഛൻ മേശരിയല്ല, ശശി എന്ന് പറഞ്ഞൊരു മേശരി പണിഞ്ഞതാ. മണി, എന്താടാ ഒരു പ്രധാന കാര്യം. വീട്ടിനകത്ത് നീ പിച്ചെടുപ്പ് തുടങ്ങിയാണ്. അതല്ല, നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ കൂടെയുള്ളത് പ്രേതമാണ്, അല്ലാതെ സുന്ദരി പെണ്ണല്ല. നന്നായിട്ട് നോക്ക് നീ അവളെ. നോക്കി ഡാ, ഓവിയെ കണ്ടിട്ട് നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഓവിയെ പോലത്തെ ഒരു പ്രേതം ഉണ്ടാവും. വേഗം പോയി പാലെടുത്തോണ്ട് വാടാ പോ. എന്താ പറ്റിയേ? അതൊന്നുമില്ല, ഇന്ന് ഏപ്രിൽ 1 എന്നെ മണ്ടനാക്കാൻ നോക്കിയതാ. ഇത്ര എന്നിട്ട് കാര്യമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഷർട്ട് മാറ്റി തിരിച്ചിട്ടോണ്ട് വരാം. പെട്ടെന്ന് ഷർട്ട് ഇട്ടിട്ട് വാ. ഈ ബോഡി കണ്ടാ പ്രേതം പേടിച്ചു. അനിയ എന്തോ നാടേ? ഒന്നുമില്ലെന്നേ, ഇതൊരു നല്ല കുക്കാ. പോടാ, പോയി ജോലി നോക്കടാ. അവന്മാരെ നോക്കിയിട്ട് കാര്യമില്ല. മണീന്റെ അടുത്ത് ഞാൻ തന്നെ പോയി സത്യം പറയാം. അപ്പൊ നമ്മള് പറഞ്ഞു മണിയാ, എന്താണാവോ? എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താടേ? എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നത്? എടോ, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനെന്നല്ലേ പറഞ്ഞേ? മറന്നുപോയി, അത് കള. എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നേ? 1 മാസമായി. എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികള്. ആണെത്ര പെണ്ണെത്ര? 4 പെണ്ണ. 4 പെണ്ണ? അതെ. എങ്ങനെ കരകയറ്റുവോ എന്തോ. അതെ അതെ അതെ. ചെല്ല്, നല്ല മനുഷ്യനാ. നമുക്ക് കുറച്ചു നേരം അവിടെ പോയിരിക്കാം. വാ. എന്താ ഒരുപാട് മെഷീനുകൾ? എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ ലാപ്ടോപ്പിൽ എന്താ നോക്കാം. ഇത്രയും വലിയ സിറിഞ്ചോ? എടാ, ഇവനൊക്കെ വെച്ചിക്കരുത്. അടിച്ചു ഒതുക്കണം. കള്ളസ്വാമികൾ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, എന്താടാ? എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടല്ലോ. പ്രസാദമാകാൻ ഭയങ്കര തിരക്കാടാ. പെട്ടെന്ന് അവിടുന്ന് മണി എന്താടാ? എന്ത് കാര്യം? കാര്യം പറയടാ. പ്രേതത്തെ ഓടിക്കണം. ഇരിക്കടാ അവിടെ. എങ്ങോട്ടാടാ പോകുന്നത്? ഇവിടെ എന്താ പഠിക്കട്ടോ? വെറുപ്പിച്ചു കളഞ്ഞല്ലോടാ. ഒറ്റ എണ്ണത്തിന് വിടില്ല. എണീച്ച് വാടാ. അവിടെ നോക്ക്. ഇവിടെ നിൽക്കില്ല. ദൈവമേ, ഇത്രയും വലിയൊരു വീട്ടിലാണോ പ്രേതം കയറിയിരിക്കുന്നത്? ഞാൻ അല്പം വരാൻ വൈകിയതാണ് പ്രശ്നം. ഭസ്മം വിതറിയേ പറ്റൂ. നിന്നെ ഞാൻ ഒഴിവാക്കും. ഒഴിവാക്കിയേ പറ്റൂ. കുത്തി 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 കുത്തി. ഉണ്ട് ഉണ്ട്, ഇവിടെ ഈ വീട്ടിലുണ്ട്. പ്രേതമുണ്ട്. ഈ പ്രേതത്തെ കൂടാതെ ഇവിടെ കുറെ പാവികളുണ്ട്. അവരെ ഇറക്കണം. പൂജാരി, പൂജാരി, പൂജാരി. അവസാനം അവന്റെ വീട്ടിൽ വന്നപ്പോ അവൻ തന്നെ അയ്യൊന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. നീ പ്രേതത്തെ ഓടിക്കണമെന്നല്ലേ പറഞ്ഞത്? ആരമല്ലടാ പ്രേതം. അങ്ങോട്ട് നോക്ക്. അവന്റെ കൂട്ടിരിക്കുന്ന പെണ്ണിനെ കണ്ട അവളുടെ ദേഹത്താ പ്രേതം ഉള്ളത്. പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വന്നിട്ട് പന്തൂരിട്ട് കൊണ്ട് നിൽക്കാണോ? എന്തെങ്കിലും ചെയ് പൂജാരി. ഒന്ന് അടങ്ങടാ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ അത് നോക്കി വെള്ളറക്കൊണ്ട് നിൽക്കുകയാണല്ലേ സ്വാമി. കയ്യിലേക്ക് നിങ്ങൾ ഇതെന്താ കാണിക്കുന്നേ? അടങ്ങ്. അടങ്ങിയിരിക്ക്. അടങ്ങിയിരിക്ക്. അടങ്ങിയിരിക്കാൻ. ഇത് ഭയങ്കര ശക്തിയുള്ള പ്രേതം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ മതിയാവൂ. വാ പൂജാരി, അങ്ങോട്ട് പോവാം.
ആർക്കും അറിയാത്ത റൂമുണ്ട്, വാ കാണിച്ചു തരാം. യാ വരൂ. എന്താണ് കാണിക്കുന്നത്? എന്താണ് കണ്ടില്ല മുളക് കൂടിയിട്ട്? അനിയ, What are you doing in my room? I know who you are and what are you doing in this house? You are my assistant. Remember that. I'm not your assistant anymore. അവനാ നമ്മുടെ ശത്രു, അവന്റെ പെണ്ണുമ്പിള്ളയല്ല. എന്തായി പറയുന്നത്? അതവന്റെ ഭാര്യയല്ല, പ്രേതമാണ്. വിവരമില്ലാത്തവനെ, വൃത്തികെട്ടവനെ, വേറൊരുത്തനെ പെണ്ണുമ്പിള്ളെ പ്രേതമാണെന്ന് പറയുന്നോളാ. ഇത് വളർത്തു ഇയാളെ ഭാര്യ പ്രേതം പറയട്ടാ. മിണ്ടാതിരിടാ. മാഡം, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ മണി, എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? നീ എന്താടാ ചെയ്തേ? മലയാളത്തിൽ സംസാരിക്കുകയാണല്ലോ. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ അടിച്ചൊക്കെ വേണം. I saw your laptop and you're cheating these. I am going to deactivate your hologram right now. മണി, അവൾ സത്യത്തിൽ പ്രേതോടാ. ഒറ്റക്കാലിൽ നിൽക്കുന്ന എന്താ? എന്താണ് നിനക്ക് കണ്ണ് കണ്ടുകൂടെ? കേട്ടാ, അവളിപ്പോ അപ്രത്യക്ഷമായി. നിക്കല്ലേ, വാ വച്ചോണ്ട് മിണ്ടായിരാ. No. എന്താ? ഇല്ല മോളെ, തുടക്കത്തിൽ തന്നെ പൂജാരി ചെയ്തോണ്ടത് ചെയ്യട്ടെ. എന്ത് ചെയ്യാനാ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, കുഴപ്പമില്ല. Deactivate ചെയ്യണം. പോയി കഴിഞ്ഞായിരുന്നോ? ശരിയാ, പോയല്ലോ. പൂജാരി, പെണ്ണെന്ന് വിചാരിച്ച് പ്രേതത്തിന് റൂം കൊടുത്തേ. സ്വാമി, നിങ്ങൾ മഹാനാണ് സ്വാമി. Vicky, എഴുന്നേക്ക്. മരമാക്രി, നീയൊക്കെ എന്താ കാണിക്കുന്നേ? പ്രേതത്തിനെ കൊണ്ട് എന്നെ കൊല്ലാൻ നോക്കിയാണോ? ഭക്ത, സ്വാമി, പ്രേതങ്ങൾക്ക് കന്നിപ്പയ്യന്മാരെ ഭയങ്കര ഇഷ്ടം. നീ ഒരു സുന്ദരനായ കന്നിച്ചെറുക്കനാണ്. നിന്നെ വെറുതെ വിടുവോ? വെറുതെ വിടുവോന്ന്? പിന്നെ കിടത്താൻ പാവിരിച്ചു. സ്വാമി, അതെ, അത് പ്രേതമായാലും നിങ്ങൾ 3 പേരും ചേർന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നെ ഒരു ഫാമിലി മാനാക്കൂ. മാമ, നമ്മുടെ കാര്യം കുഴപ്പത്തിലാവല്ലോ മാമ. പ്രേതം പോലും പണം നോക്കിയാടാ പ്രേമിക്കുന്നത്. സൗന്ദര്യം നോക്കി പ്രേമിക്കണമെങ്കിൽ ഇതുപോലുള്ള പന്നി എന്തിനാടാ പ്രേമിക്കുന്നത്? എന്നെ പോലുള്ള ഡീസന്റ് ഫെലോ. പ്രേതത്തിന്റെ കൂടെയും ജീവിക്കാൻ പറ്റില്ല. ഒരു മനസമാധാനം ഇല്ല. കൺമുന്നിൽ നിന്ന് എവിടെയെങ്കിലും പോയി ചാകിനടാ. മണി, സ്വാമി, പ്രേതത്തിനെ ഞാൻ കൂട്ടി. എന്നാൽ ഇനി നീ ഇവിടെ ഇരിക്കുന്നത് നല്ലതല്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. Amy, Amy, get up. Amy, Amy. Our work is not done. Amy, get up. Come on, hurry up. Come on. നിങ്ങളൊക്കെ എന്ത് ദ്രോഹം ചെയ്താലും പ്രേതത്തിനോട് പൊരുതി എന്നെ രക്ഷിച്ചില്ലേ നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ ആരാ നിങ്ങളൊക്കെ? മണിയാ, പ്രതികാരം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ സ്നേഹവും ഇല്ലാത്തവനല്ലടാ. എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ സുഹൃത്താടാ. എടാ മണി, നിന്നെ നമ്മൾ എടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളടാ മണി. നീ സ്നേഹത്തോടെ പറഞ്ഞാലും പഴയ രീതി തന്നെയാടാ. എന്റെ സ്വത്തുക്കളെല്ലാം വിറ്റിട്ടാണേലും നിങ്ങളെ 3 പേരെയും ഞാൻ കല്യാണം കഴിപ്പിച്ചിരിക്കും. മനസ്സിലായോ? മണി, നീ അവസാനം ഞങ്ങൾ മനസ്സിലാക്കിയല്ലോടാ. ഇതെവിടെന്നാ വരുന്നേ? വന്ന് ആശീർവാദം വാങ്ങിക്കോ. സ്വാമിയാണത്രേ. മണി, പോ. എല്ലാം കണ്ടതല്ലേ? ഇവിടുത്തെ ഓവി വരെ പ്രേതമായി മാറി. വാ പോവാം. ഓവിയ ഒരു ഹോളോഗ്രാമാണ്. അത് പ്രേതമൊന്നുമല്ല. സാലിഗ്രാമത്തിന് ചുറ്റുമുള്ള 18 ഗ്രാമങ്ങൾ ഞങ്ങൾക്കറിയാം. ഇതെന്താ പുതിയൊരു ഹോളോഗ്രാം? മിണ്ടായിരിക്കടാ. അല്ല, ഈ അവസരത്തിൽ ഞാനും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഹോളോഗ്രാം എന്ന് പറഞ്ഞാ അതൊരു സത്യമല്ല, അതൊരു നിഴല് മാത്രം. ഗെയിം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മിഷൻ. അപ്പൊ ചൈന മേഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോ, പേടിയാവുന്നു. ഈ വീട്ടിനുള്ളിൽ ഒരു ഫോർമുല ഉണ്ട്. അതറിയാൻ വേണ്ടിട്ടാ യമി ഇവിടെ വന്നത്. സേഫ് അല്ല. വരൂ, നമുക്ക് എത്ര പെട്ടെന്ന് പോ. അപ്പൊ ഇത്രയും നാൾ നാടൻ കളിക്കായിരുന്നല്ലേ? ആദ്യം ഇവിടെ നിന്ന് പോകാം. വാ 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 വാ. അയ്യോ, അത് കഴിഞ്ഞപ്പോഴാ വെള്ളക്കാരി വന്നത്. അവൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലത്തെ നിലയിൽ പോകുന്നത് എന്തിനാന്ന് അപ്പോഴാ മനസ്സിലായത്.
So, finally, you're leaving. അതേടി പുറത്തു പോവാൻ പോവാ. അതിനു മുമ്പ് നിന്റെ കഴുത്തി കിടക്കുന്ന താലി എനിക്ക് അഴിച്ചു തന്നിട്ട് പോടി. അളിയാ ഇത്രയും പൊക്കമുള്ള അവളെ കഴുത്തിൽ ഞാൻ ഇങ്ങനെ താലി നടുവിലാടാ കെട്ടിയത്. ഒന്ന് പോടാ. You are stupid. Do you think I'm married to you? I came here for a different reason. എടീ കൈ എടുക്കടി. എന്താ ഈ പറയുന്നേ? നിങ്ങളുടെ കൂടെ ജീവിക്കാനൊന്നും അല്ല അവള് വന്നത്. ഓഹോ അതെ, എന്റെ നില വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് തെറ്റാ. അത് വെച്ച് നീ എന്നോട് കളിക്കുകയാണോടി? അടുത്ത അവനെ എന്തോന്ന് ഇല്ലല്ലേ, ഞാൻ പോയി ചോദിച്ചിട്ട് എടാ ഓടിപ്പോയി എന്റെ താലി ഇഞ്ഞു വാച്ചോണ്ട് വാ. ആരാടാ ലൈറ്റ് ഓഫ് ചെയ്തത്? പച്ച തവളെ പോലെ ഉണ്ട്. ധാരണ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. മണി പോവാ ഇവിടുന്ന്. വാ ഓടി 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 വാ വാ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ ആരാ? ടീച്ചറെ, എന്നെ എന്തിനാ പിടിച്ചു വെച്ചേക്കുന്നത്? എനിക്കാണെങ്കിൽ പാചകത്തിനും പോണം. തലമണ്ട പൊടിക്കും. മര്യാദക്ക് കഥ പറ. എന്താ പറയണ്ടേ? എടോ, ഇയാളല്ലേ കഥ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്ത് കഥ? മണിയുടെ കഥ. മണിയനോ? ഓവ്യ വന്നില്ലായിരുന്നോ? ഓർമ്മ വന്ന്. ഓർമ്മ വന്നോ? അയ്യോ അമ്മ, അയ്യോ. പ്രേമിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വരുമോ? നിർത്ത് നിർത്ത് നിർത്ത്. ആ പച്ച ഉടുപ്പിട്ട് വന്നത് ആരാ? അയാളെ കുറിച്ച് പറയും. റൂമിനകത്ത് വെള്ളക്കാരി എന്തോ തിരക്കുകയായിരുന്നു. അവളെ കൊണ്ട് ആ കതക് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ അവള് മൂലം വന്നതാ ഓവിയ. മുകളിലേക്ക് ആരും പോകാതെ നോക്കുന്നുണ്ടായിരുന്നു മണിയൻ. പക്ഷെ ഓവിയ അവനെ മയക്ക് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ കൈകൊണ്ട് തന്നെ ആ കതക് തുറപ്പിച്ചു. കാരണം മണിയന്റെ കൈ തൊട്ടാലേ ആ കതക് തുറക്കും. ആ വെള്ളക്കാരിക്കൊരു സഹായി വേണമായിരുന്നു. വിക്കിയെ ബോധം കെടുത്തി കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ സ്വയം വന്നു കുടുങ്ങിയതാ വേമ്പുരി, ഞങ്ങളുടെ നാട്ടിലെ പ്ലേ ബോയ്. Who are you? Who are you? അത് ഹൂ ആർ യു അല്ലടി, ഹൂ ആർ മൈ. ജാക്കി ചാൻ പടം. നീ ആരടി പറ്റിക്കുന്നത്? Idiot, what do you want? നില്ല്. ഏതോ ഫോണിലാണ് സംസാരിക്കുന്നത്. നിനക്കറിയാവുന്ന ആരോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഗൂഗിളില് 4 കിലോമീറ്റർ പോകുന്നതിന് 400 കിലോമീറ്റർ ചുറ്റുന്നുണ്ട്. ഇപ്പൊ പറയടി, പറ. Idiot, who are you? ഞാനോ? നിന്റെ പുരുഷനെ കൊല്ലാൻ വന്നിരിക്കുന്നവൻ, എന്റെ തങ്കക്കെട്ടി. എവിടെയടി അവൻ? That's good. I too hate him. Tomorrow morning, I'm going to divorce him. അപ്പോ നിന്റെ ഭർത്താവിനെ നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അത് ശരി. അവനെ സസ്പെൻഡ് ചെയ്ത് എന്നെ ഭർത്താവാക്ക്. അവനെ പാലഭിഷേകം ചെയ്യണം, നമുക്ക് പാല് കാച്ചണം. ഓക്കെ ആണോ? നിനക്കെന്നെ ഇഷ്ടമെങ്കിൽ
നാളെ നമ്മൾ രണ്ടുപേരും ചേർന്ന് നിന്റെ ഭർത്താവിനെ What's this? ദിസ് ഈസ് മൈ ബോഡി ലാംഗ്വേജ്. ആർ യു ഓക്കെ? വെള്ളക്കാരി ഗ്രാമമുഖ്യനെ മയക്കി എന്തൊക്കെയോ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്താൽ ശക്തി വരുമെന്ന് പറഞ്ഞു. But one favor. You have to take one injection. ഇഞ്ചക്ഷൻ തന്നെ കൊല്ലാൻ പ്ലാനിടുകയാണല്ലേടി? നടക്കില്ല. No. It will give you 100 elephant power. ഗ്രാമമുഖ്യൻ വിശ്വസിച്ചു. വെക്കടി, എത്ര വേണമെങ്കിലും വെക്ക്, വെച്ചോണ്ടിരിക്ക്. അതിനുശേഷം ഞാനൊരു പൂരം ഇവിടെ കാണിക്കും. താങ്ങത്തില്ലടി. Come here. ഗ്രാമമുഖ്യന് വെള്ളക്കാരിയെ ചെറിയ ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവള് പറയുന്നത് കുറേശ്ശെ അനുസരിക്കാൻ തുടങ്ങി. Careful. Slowly. Just a small injection, darling. ഗ്രാമമുഖ്യനോട് സംസാരിച്ചുകൊണ്ട് തന്നെ നൈസായിട്ട് അവരൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോഴവൻ അരമയക്കത്തിലായിരുന്നു. പിന്നീട് മണിയന്റെ അച്ഛൻ കണ്ടുപിടിച്ച ഒരുപാട് സൂപ്പർ ഹീറോസിന്റെ കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു. അതിലൊന്നെടുത്ത് അവൻ വേമ്പുളിയെ അണിയിച്ചു. ഇതെല്ലാം തന്നെ അരണി മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അടുത്ത അവനെ എപ്പോഴാ? ആ പച്ച വേഷം കെട്ടി വന്നത് ഞങ്ങളുടെ ഗ്രാമത്തലവൻ വേമ്പുളി. അമ്മാ അയ്യോ, ലവ് വന്നാ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വരുമോ? മരമാക്കി, എന്താണ് എന്നെ പോലെ മേക്കപ്പ് ഇട്ടേക്കുന്നേ? നീ എന്നല്ല 1000 പേര് മേക്കപ്പ് ഇട്ട് വന്നാലും അരുണ എനിക്ക് തന്നെയാ. പറഞ്ഞിട്ട് കളവാ. അരുണേ അവിടെ നില്ല അരുണി. എത്ര വലിയ തവള ഓടിപ്പോകുന്നത്. എന്തൊരു വലിപ്പൂടാ സാധനത്തിന് ദൈവമേ. മണി മുകളിൽ കൈവയ്ക്ക. അതൊക്കെ ഞാൻ ചെയ്തോടാ. എന്നാ ഞാൻ അവളെ തോളി പിടിക്കാം. സ്വിച്ചിൽ കൈവയ്ക്കാനാ പറഞ്ഞേ. ഇതിലാ പറഞ്ഞത്. ജസ്റ്റ് മിസ്. അരുണി, കോമ്പറ്റീഷൻ അധികമായിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇതേ ഗെറ്റപ്പിൽ തന്നെ വരിക. വീടില്ല ഞാൻ, ഇനി കുറച്ചുകൂടെ കയറ്റാം. വരുന്നടാ, വരും. തകർത്തടാ. ജയിക്കാൻ ജനിച്ചവൻ ജയിച്ചുകൊണ്ടേയിരിക്കും. അരുണി എനിക്ക് തന്നെയാ. മനസ്സിലായില്ല, ഒന്നുകൂടി പറയും. ഓ, ഡോണ്ട് ടച്ചിങ്, ഷോക്കിംഗ്, ഡോണ്ട് ഓപ്പൺ. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ആരുടെ മണിയത്? ഭയങ്കര സൈസുള്ളവൻ. എനിക്ക് എങ്ങനെ അറിയാടേ? ഇത് എങ്ങനെ ഇങ്ങനെ ആയെന്നറിയില്ല. അവൻ വേറെ ആരുമില്ല, നിങ്ങളുടെ ഗ്രാമത്തലവനാ. നീ എന്തോന്ന് ഈ പറയുന്നത്? JCBക്ക് കൈയും കാലും വെച്ച് പോലത്തെ ഒരുത്തൻ. കണ്ടാ തന്നെ പേടിയാവും. ഈ ലക്ഷ്മി അവൻ മാറ്റിക്കളഞ്ഞു. അവ എന്തിനാ ഇവിടെ വന്നേ? നിങ്ങളെ ചതിക്കാനാണോ വന്നത്? എന്റെ അടുത്ത് എന്താണ് പ്രശ്നം? നിങ്ങൾ കൊടുത്ത ആ ഗുളിക അടിച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് തനിക്ക് അറിയാമോ? അത് ഗുളിക തീർന്നു കാണും. ഗുളികയാണോ കാര്യമായത്? തന്റെ ലൈഫാണോ കാര്യമായത്? നീ ഗുളിക കൊടുത്തപ്പോ എനിക്കറിയാം നമ്മൾ നീ പറ്റിക്കൊന്നു. ഇപ്പൊ തീർന്നെ നമ്മുടെ ജീവിതം. അറിഞ്ഞിരുന്നില്ല. അങ്ങോട്ട് നോക്ക്, ഫ്ലാഷ് ബാക്ക്. എന്താണ് ഇവരെയൊക്കെ കൊണ്ട് ഇത്രയും ജോലി ചെയ്യിപ്പിച്ചോ? അതെ, ഈ വീടിനെ കുറിച്ച് അച്ഛനറിയാത്തൊക്കെ എനിക്കറിയാം. പക്ഷെ നിനക്കെങ്ങനെ അറിയാം? ഞാനും വിക്കിയും ജൂനിയർ സയന്റിസ്റ്റ് ആണ്. നിങ്ങളുടെ അച്ഛന്റെ റിസർച്ചുകളെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സോ തെളിവുകളോ വേറെ ആരുടെ കയ്യിലും ഇല്ല. എന്താ കാരണം? അവരുടെ കണ്ടുപിടുത്തം ഈ ലോകത്ത് അയ്യോ അതോടൊപ്പം കാക്കുകയും ചെയ്യും.
തേങ്ങാപ്പിണ്ണാക്കടാ കണ്ടുപിടിച്ചേ? പ്രോജക്ട് 90. 90 90 മരുന്നിന്റെ അച്ഛനാണ് കണ്ടുപിടിച്ചത്. ഹൈലി പവർഫുൾ സൂപ്പർ വെപ്പൺ. നിങ്ങളുടെ അച്ഛൻ ഒരു സാധാരണ സയന്റിസ്റ്റ് ആണെന്നല്ലേ നിങ്ങൾക്കറിയൂ. പക്ഷേ അദ്ദേഹം എത്ര വലിയ ആളാണെന്നറിയോ? അതെ, ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും കണ്ടുപിടിച്ചത് ആ വലിയ മനുഷ്യന്. പക്ഷേ അന്നത്തെ ഗവൺമെന്റ് നിങ്ങളുടെ അച്ഛന്റെ ഈ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് യാതൊരുവിധ അംഗീകാരവും നൽകിയില്ല. എന്നാലും അദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം പുതിയതായി ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ റിസർച്ചുകളും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും അത് ചെയ്തും കാണിച്ചു. അങ്ങനെ ചെയ്തിട്ട് പോലും ഇന്ത്യൻ ഗവൺമെന്റ് യാതൊരുവിധ അംഗീകാരവും അദ്ദേഹത്തിന്റെ റിസർച്ചിന് നൽകിയതേയില്ല. ശരി, ഇന്ത്യയിൽ അംഗീകാരം കിട്ടിയില്ല. എന്നാൽ പുറം നാട്ടിൽ പോയി പാറ്റന്റ് റൈറ്റ്സ് വാങ്ങാന്ന് അദ്ദേഹം ശരിക്കും തീരുമാനിച്ചു. എന്നാൽ വിദേശികൾ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ അവരുടെ റിസർച്ചുകളായി മാറ്റി ചതിച്ചു. അതിൽ വളരെയധികം മനംനൊന്ത് അദ്ദേഹം അവിടെ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ അടുത്തതായാണ് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം ഏതോ ഒരു റിസർച്ച് രഹസ്യമായി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ അത് എന്താന്ന് ആർക്കും അറിയില്ല. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നത്. അപ്പോഴാണ് എമിയെ നിങ്ങളുടെ കൂടെ കണ്ടത്. എമി ആക്ച്വലി ഒരു റഷ്യൻ ചാരയാണ്. ആ പ്രോജക്റ്റ് എടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ കൂടിയത്. അതിനുശേഷമാണ് ഞാൻ അവളെ ഫോളോ ചെയ്ത് വന്നതും വിക്കി നിങ്ങളോടൊപ്പം കൂടി ജോലി ചെയ്യാൻ തുടങ്ങിയതും. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നിങ്ങളുടെ അച്ഛൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും സൂപ്പർ പവർഫുൾ വെപ്പൺ. പ്രോജക്ട് 9.0. ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാനാണ് വിക്കി നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ വൈഫ് എമിക്കൊപ്പം ജോയിൻ ചെയ്തത്. പിന്നീടാണ് അറിയുന്നത് എമി ഇതേക്കുറിച്ച് അറിയാൻ വന്ന ഒരു റഷ്യൻ സ്പൈ ആണെന്ന്. ഓ, ഇതിനു വേണ്ടിയാണ് ഇത്രയും ഡ്രാമ കളിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പവർ എടുത്ത് നമ്മ കൊടുത്തു കളയാം. അതെ, കൊടുത്തേക്കാം. ഇത് നമ്മുടെ നാടിന്റെ സ്വത്താണ്. നമ്മളത് ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതുവരെ ഉള്ളതിന്റെ എല്ലാ ഒറിജിനൽ വേർഷൻ അമേരിക്ക കൊണ്ടുപോയി. ഇപ്പതാ റഷ്യയിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. അത് വല്ലതും അവര് കണ്ടുപിടിച്ച തീർച്ചയായിട്ടും നിന്നെ കൊല്ലും. പിന്നെ പോലീസ് പിടിക്കുമല്ലോ. അവൻ ആ കഥ കടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് പൊട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കത് എടുക്കണം. അല്ലെങ്കിൽ ആ വീട് പൊട്ടിത്തട. എന്റെ മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അവന്റെ അടുത്തൊരു ഗുണ്ടയുണ്ടല്ലോ, ഒരു ഉണ്ട. അവനെ എന്ത് ചെയ്യാൻ പറ്റും? അവനെ എതിർക്കാൻ വേണ്ടി അവനെ പോലെ ഒരു സൂപ്പർ പവർ തന്നെ വേണം. സൂപ്പർ പവറോ? അത് എവിടെ കിട്ടൂടെ? അവനെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ പവർ ഈ ബോക്സിനകത്തുണ്ട്. അതൊക്കെ ചുമ്മാ ഉള്ള കാര്യം. അത് ഇവിടെ കൊണ്ടുവന്ന് വെക്ക്. എല്ലാം അറിയാന്നാണോ വിചാരം? പക്ഷേ അതത്ര എളുപ്പമല്ല. ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആദ്യം ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കണം. അത് വേറെ ഭാഷയിലാ. വേറെ ഭാഷയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മലയാളം, തമിഴ്, ഹിന്ദി അറിയാമോ? ശരി, ഞാൻ തരുന്ന ഡ്രസ്സ് നിങ്ങൾ രണ്ടുപേരും ഇടും. പക്ഷേ ഇതെല്ലാം ട്രയൽ വേർഷൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ പവർ കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണൂ. ഒറിജിനൽസ് എല്ലാം തന്നെ ഓൾറെഡി ഫോറിനേഴ്സ് എടുത്തോണ്ട് പോയി. ഓക്കെ ആണല്ലോ? ബി കെയർഫുൾ. ശരി, എന്തായാലും നോക്കാം. അതൊക്കെ ഞാൻ നോക്കാം. ഞാൻ ഡ്രസ് ഇടാൻ പോവാ. നിങ്ങൾക്ക് ഇതിലൊരു ഡ്രസ്സും ചേരില്ല. എന്തോ നിങ്ങളുടെ അമ്മ തന്നെയാ എന്റെ മകനെ ഒരു റിസർച്ചിന് ഉപയോഗിക്കരുതെന്ന് നിന്റെ അച്ഛനെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. അയ്യോ, ഇത് കിടന്ന് ആടുന്നു ഇല്ലേ? ഈ സമയത്ത് തമാശയാക്കാൻ പറ്റിയ നേരമാ. എന്തായാലും കാണാന്നേ. എങ്ങനെ? അവിടെ ഇപ്പൊ ആര് വന്നത് നോക്കിയേ. ചെല്ല്, പേടിക്കണ, തരാന്ന്. കഷ്ടം, കേറി വാ ഇങ്ങോട്ട്. ഇതൊക്കെ എവിടെ പോയിരുന്നു? എന്താണ്? എന്താടാ, ഒരു പുക എടുത്തപ്പോഴേക്കും എല്ലാവരും അകത്ത് വന്നു. താനിത് എവിടെ പോയിരുന്നു? അതൊരു പുക എടുക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ? വട്ടായോ നിനക്ക്? അതൊന്നുമല്ല. ഇതെന്താ എല്ലാവരും എന്നെ പോലെ മേക്കപ്പ് ഇട്ടേക്കുന്നേ? അരുണിയെ വളയ്ക്കാൻ വേണ്ടിയാണോ? അരുണി, അയ്യോ എടോ കിളവോ, അങ്ങോട്ട് നോക്ക്. അരുണിയെ വളയ്ക്കാൻ വേണ്ടി പുതുതായിട്ട് ആരെങ്കിലും വന്നയാണോ? ആരാടാ ഇവൻ? ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ അടിച്ച് തുരത്താതെ വിടത്തില്ലടാ. നമ്മുടെ ആൾക്കാർ റെഡിയായി. അടിപൊളി. വാടാ മണി, വാ. നിന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. വേമ്പുലി, നിന്നെ അടിച്ചോടിക്കാൻ ഞാൻ മരുന്നുണ്ടാ. നീ അവിടെ തന്നെ നില്ല്. നിക്കടാ അവിടെ. നില്ലടാ അവിടെ. നിന്നെ ഞാൻ
എന്തായാലും രക്ഷപ്പെട്ടു, ഒരു പോരൊഴിഞ്ഞു. മന്ത്രവാദി, നീ ഇതുവരെ ഓടിയില്ലേ? ഡേയ്, എവിടെ ഓടിപ്പോണ്ട? പോകാൻ നോക്കിയാൽ തന്നെ എല്ലാ കഥവും പൂട്ടിയിരിക്കണ്ട. തൊട്ടാ പോലും ഷോക്ക് അടിക്കുന്നതാ. സ്ത്രീ വിഷയത്തിൽ വീക്കാ. ആ പോയിന്റിൽ തന്നെ കയറി പിടിച്ചു. ഇതിപ്പോ നല്ലൊരു അവസരം. ഇപ്പൊ കണ്ടോ പപ്പി നായകള് നോക്കുന്ന പോലെ. ഭ്രാന്താ, അടിച്ച് താഴെ വീണപ്പോഴാണ് ശരിക്കുള്ള കാര്യങ്ങളെല്ലാം കാണുന്നത്. അയ്യോ, എടാ, അവൻ നോക്കുന്ന നേരത്ത് പോയി പിടിക്കുക. പോയില്ലടാ, ചെല്ല് ചെല്ല് ചെല്ല്, പിടിക്കവനെ. എങ്ങോട്ടാണ് ഓടുന്നത്? അവള് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഒരു ഹീറോയെ പോലെ ഒന്ന് രക്ഷിക്കാം. അപ്പൊ കൈ പിടിക്കുന്ന അവനാ. എഴുന്നേക്ക്. അയ്യോ, ആ വീക്ക് കാരണം അവന്റെ പവർ നഷ്ടമായി. എടാ നിക്കടാ, ഇതിന്റെ അറ്റം എവിടെയാ? സൂപ്പർടാ. Leave me. Idiots. Leave me. Leave me. Stop it. എന്റെ അടുത്ത് പരാതി ഒന്നും പറയരുത്. കണ്ടോ, നിന്റെ ഐഡിയ വെച്ച് തന്നെ നിന്നെ മുട്ടുകുത്തി. എങ്ങനെ നിന്റെ ഐഡിയ വെച്ച് നിന്നെ തന്നെ പൂട്ടിയത്? എന്റെ ഒരു ഐഡിയ വെച്ച് നിങ്ങളെ മടക്കുന്ന കാണണോ? ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഐഡിയ വെച്ച് ഇവളെ പൊക്കുന്നതിന് വലിയ ഐഡിയ ഒന്നും വേണ്ട. You don't know what mistake you have done. I know. You will pay for this. I know. എന്നെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്റെ മണിയൻ. പഴയതാ ഇംഗ്ലീഷ് പടത്തിന് ഡയലോഗ് കൂടെ നടന്ന് പറയാ അയാള്. ഭ്രാന്താണെന്ന് തോന്നുന്നു. You idiot. Why are you telling I know, idiot? Useless. ഇവളെ എവിടെയോ ഇവളെന്താ നീ തൂക്കി എന്തോ നടിയത്? ഓ, ഇവളാളായിരുന്നല്ലേ? എന്താ ചെയ്യുന്നേ? എന്തോ നടിയത്? ഒരു ബൂസ്റ്റ് എടുത്തു ബാക്കി കുത്തി. ഡേയ്, ആ ഡ്രസ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവനെ നിങ്ങൾ ഒരടിയെങ്കിലും അടിച്ചായിരുന്നോ? നിങ്ങളുടെ ഐഡിയ വെച്ച് ഞാൻ ഈ ഡ്രസ് ഇട്ട് ഇപ്പൊ എന്റെ കയ്യില് നൂല് എന്റെ കയ്യിൽ പിടിച്ചു. ഇത് പറയാൻ തന്നെ നിങ്ങൾക്ക് നാണമില്ലേ? ഈ ചുറ്റിയെടുത്ത് പൊക്കാൻ പോലും ആരോഗ്യമില്ല. ശക്തിയെല്ലാം പോയടാ എന്റെ. അതെ, ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നാ കേട്ടെ? എന്താടാ? അതൊക്കെ കണ്ണാടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾക്ക് നല്ല തലയ്ക്ക് സുഖമില്ലേ? ഒന്ന് പോടാ പ്രാന്ത. അല്ല, മുകളിലൊരു പെണ്ണൊന്നല്ലോ, ആരാ അത്? ആ, ഒരുത്തി വന്നു. ഞാൻ ആ കതവ് തുറന്നത്. എന്നെ മാമാന്ന് വിളിച്ച ആ പെണ്ണ് ഉടനെ കതവ് തുറന്ന് വിളിച്ചോണ്ട് വന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ആളിനെ കാണാനില്ല. നിങ്ങളുടെ വൈഫിന്റെ ഗ്യാങ്ങാ ആണോ? ഇത്രയും നാള് പുറത്തു നിന്ന് ഇതെല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ വീട് അവരുടെ കൺട്രോളിലാണെന്ന് അറിഞ്ഞതും അകത്തേക്ക് വന്നതാ. ഒരു വഴിയുമില്ല. മണി, ഇതിലേ പോയ ഒരു വഴിയുണ്ട്. അതാണ് ആ വഴിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ വെച്ച് തന്നെ അവസാനം.
എന്ത്? അത് കണ്ട ടൈം ട്രാവൽ മിഷൻ. ആ ടൈം ട്രാവൽ മിഷനിൽ നമ്മൾ ട്രാവൽ ചെയ്താ നമ്മൾ ഗുളിക കഴിച്ചത് തിരിച്ചു പിടിക്കാം. അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു പടം കണ്ട, ആ പടമാണ് നമ്മൾ നോക്കി പോകേണ്ടത്. കാര്യം മനസ്സിലായ? നീ പറയുന്നത് പോലത്തെ മിഷൻ അല്ലടാ. എന്റെ അമ്മ അച്ഛനെ തുറപ്പയ്ക്ക് അടിക്കുമ്പോഴുണ്ടല്ലോ പുറത്തു പോയി കിടക്കുന്ന സ്ഥലമാ. ഒരു വഴിയുണ്ട്. എന്തോന്നാ? ഈ വീടിനെ കുറിച്ച് എന്നെക്കാളും നിനക്കാണ് നല്ല അറിവെന്ന് തോന്നുന്നു. എന്ത് വഴിയാ? അല്ല, ഇനി ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചാ പറഞ്ഞു തുലയ്ക്ക്. എമ്മി അവർക്ക് കൊണ്ടുവന്ന ബൂസ്റ്റർ എടുത്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്താ ഇവർക്കും അതേ പവർ കിട്ടില്ലേ? എന്തിന്? യവന്മാർക്ക് ഒരു പവർ കിട്ടിയാലും ഒരു കാര്യമില്ല. അയ്യോ, നമുക്ക് വേറെ വഴിയില്ല. നമുക്കുള്ള ഒരേ ഒരു ചാൻസ് ഇതാ. നിങ്ങളുടെ അച്ഛൻ കൗണ്ടർ അറ്റാക്ക് ഡിവൈസ് വെച്ചിട്ടുണ്ട്. അറ്റാക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇതിനെ കൊണ്ട്. അത് ഏത് ഡിവൈസാ? ഹോളോഗ്രാം. ഹോളോഗ്രാം വെച്ചാണ് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കി വിടുന്നത്. പൊതുവായി ഒരു സൂപ്പർ ഹീറോസും കുട്ടികളെ ഒന്നും ചെയ്യില്ല. അപ്പോ നമ്മൾ ഇത് വെച്ച മുഖ്യനെ ഡിസ്ട്രാക്ട് ചെയ്ത് മുകളിലിരിക്കുന്ന ആ ബൂസ്റ്റർ എടുത്തിട്ട് വരണം. ഓ, നിങ്ങളൊക്കെ ഗുളിക കഴിച്ചതിന് ശേഷം ശബ്ദം മാറിയില്ലേ? അതുപോലെ തന്നെ അയാൾക്ക് എന്ത് ശബ്ദമുള്ളേ? അവളുടെ കണ്ണാടി എടുത്ത പിന്നെ അവൾക്ക് കണ്ണാടാൻ പാടില്ലല്ലോ. പെണ്ണ് തന്നെയാണ് വീക്ക്നെസ്. അയാൾക്ക് പെണ്ണ് കള്ളെന്നൊക്കെ വിചാരിച്ച കണ്ണ് കുഴപ്പമോ? ഇത് മതിയുടെ അവനോടൊന്ന് പുറത്താക്കാൻ. ആ മുഖ്യന്റെ പവർ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ ഇതാണ്. ഈ ബോർഡ് വെച്ച് അവനെ ഓടിക്കാം. ഇത് തന്നെ മതിയാകും. നിങ്ങൾ 4 പേരുടെ കെഞ്ചി ചോദിച്ചതാ. അവന്റെ കണ്ണാടി മാത്രം എടുത്തു മാറ്റണം. പിന്നെ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ, പോയനടാ. ജിംഗാ ബുംഗാ 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 ജിംഗാ ബുംഗാ. പച്ചക്കളർ ഹൾക്ക് ഇപ്പോ ബൾക്കായി വന്നാൽ വില്ലൻ എല്ലാരും അലറിയോടും. തറുമറ അവരെ തുരത്താൻ പോവാ, മൊട്ടത്തല പൊളക്കുവളം അടിക്കാൻ പോവാ. പൂച്ചാണ്ടിയും കണ്ട് നീ അടുത്തു ചെല്ലാതെ, മിണ്ടാതവൻ പോയാൽ നീ കോക്രി കാട്ടാതെ. കോക്കാം പീച്ചി കാട്ടിൽ നീ ആള് ആക്കാതെ, പഞ്ചറാകും ബോഡി നീ എടുത്തു വരാതെ. ജിംഗാ ബുംഗാ 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 ജിംഗാ ബുംഗാ. റേഞ്ചർ ആളിവനെ നീഞ്ഞോണ്ടാതെ, ഡേഞ്ചർ മാൻ ഇവനെ ചൊറിഞ്ഞിടാതെ. സ്പൈഡർ പ്രാണിയെ വല വീശാതെ, ടൈഗർ ഹ്യൂമനെ ചിരിപ്പിക്കാതെ. വേൾഡ് ക്ലാസ് ഇവൻ, പവർഫുൾ ഫേസ് ഇവൻ, റൂൾസും പറഞ്ഞോണ്ട് തടുക്കാതെ. റഗ്ഡ് ബോയ്സിനെ തുരത്തി ഓടിച്ചിടും, നിന്നെ പിടിച്ചിടും, കടിച്ചിടും, ചവിട്ടിടും. ജിംഗാ ബുംഗാ 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 ജിംഗാ ബുംഗാ. പച്ചക്കളർ ഹൾക്ക് ഇപ്പോ ബൾക്കായി വന്നാൽ വില്ലൻ എല്ലാരും അലറിയോടും. തറുമറ അവരെ തുരത്താൻ പോവാ, മൊട്ടത്തല പൊളക്കുവളം അടിക്കാൻ പോവാ.
ചാണ്ടിയും കണ്ട് നീ അടുത്തു ചെല്ലാതെ മിണ്ടാതവൻ പോയാൽ നീ കോക്രി കാട്ടാതെ കൊക്കാം പീച്ചി കാട്ടിൽ നീ ആള് ആക്കാതെ പഞ്ചറാകും ബോഡി നീ എടുത്തു വരാതെ ജിങ്കാ ബുങ്കാ 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 ജിങ്കാ ബുങ്കാ. അരുണേ അവരുടെ കൂടെ ചെല്ല്. രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നത്? ആ റൂമിൽ ആരുമില്ല, പെട്ടെന്ന് പോ. അയ്യോ, ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ആ റൂമിൽ ആരുമില്ല. ഇപ്പൊ പോയി നമുക്ക് ബൂസ്റ്റർ എടുത്തിട്ട് വരാം. വാ, പെട്ടെന്ന് പോ. അവൻ ഇവിടെയില്ലേ? പൂജാരി, ആ മുഖം ഒന്ന് കാണിച്ചേ. നിങ്ങളിവിടെ എന്ത് ചെയ്യാ? എനിക്കൊന്ന് കാണാൻ വഴി കാണിച്ചാ. എന്റെ കൂടെ വേടാ. ആമി, നിന്നെ ഞാൻ ഇവിടെ രക്ഷപ്പെടുത്താം. വാ. പുറത്ത് കിടത്താം. വാ. വാടാ. എന്ത് എവിടെ തട്ടാൻ നോക്കണേ. വാ. ഈശ്വരാ. നോക്ക്. സ്വാമി, പൂജാരി, ഇയാളെ എന്തൊക്കെ വെള്ളക്കാരി പിശാചേ. വാ. വാ. ജ്യൂസ് എടുത്തിട്ട് അരുണി നിന്റെ ചെവി പറയാൻ പോകുന്ന അയ്യോ. ദാ, ഈ ബൂസ്റ്റർ കൊണ്ടുപോയി അവരുടെ ഇടുപ്പിൽ കുത്തിവെക്ക്. ഓക്കേ? നീ എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് ഈ സൂപ്പർ പവർ കിട്ടിയാലും അവരോട് എതിർത്ത് നിൽക്കാനുള്ള പവറൊന്നും ഇതിനെ കൊണ്ട് കിട്ടില്ല. ഇതിനേക്കാൾ കൂടിയ പവറുള്ള ഒരു ഡിവൈസ് വേണം. ഓക്കെ, അത് ഈ റൂമിലുണ്ട്. ഞാൻ പോയി അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് പോ. പവർ കിട്ടി, പവർ കിട്ടി. ബഡി ബ്രോ, ഇവിടെ തന്നെ നിൽക്കാല്ലേ? എന്ന് സേഫായിട്ടിരുന്നോ. എനിക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ ഇന്ന് പറത്ത് ഞാൻ. തീർച്ചയായിട്ടും ഹീറോ ആയിട്ടാ തോന്നുന്നത്. പോയി ചെല്ല്. സ്വാമി, പൂജാരി, ഞാൻ എന്റെ ജോലി മതിയാക്കിയിട്ട് നിന്നെ വന്ന് കാണാം. എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് നിങ്ങളത് ശരിയാക്ക്. മന്ത്രവാദി വെള്ളക്കാരിയെ തട്ടാൻ വേണ്ടി അവളുടെ മുടി എടുത്ത് പൂജ ചെയ്യാം. കാണാൻ പറ്റുന്നില്ല. Stay still. അയ്യോ, ഞാൻ എല്ലാം ചെയ്യല്ലേ? എനിക്ക് ബൂസ്റ്റർ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഓടി വരികയായിരുന്നു. ബൂസ്റ്റർ കിട്ടി മണിയാ, വള്ളരിസ്, ബില്ല, ബൂസ്റ്റർ കിട്ടി, ബൂസ്റ്റർ കിട്ടി, ബൂസ്റ്റർ കിട്ടി, ബൂസ്റ്റർ കിട്ടി, ബൂസ്റ്റർ കിട്ടിയടാ, ബൂസ്റ്റർ കിട്ടിയടാ. എന്താണ് പറ്റിയേ? കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു വന്നതാ. എന്നെ രക്ഷിക്കണോ? വല്ല കാര്യമുണ്ടോ ഇങ്ങോട്ട് കയറി വരാനായിട്ട്? മണിയുടെ അച്ഛന്റെ ഫെയിലിയർ ആയ പ്രോജക്ട് റൂമാ ഇത്. ഇവിടെ ആര് വന്നാലും അതിന് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഇഷ്ടപ്പെട്ട പാട്ട് നിന്നെ വെറുതെ വിടും. പാട്ട് വെച്ച് തൊലയടാ. എന്തായാലും നല്ല പാട്ടാ. എന്ത് കഷ്ടമാടാ ഇത്. ചെറുക്കന്മാരുടെ കയ്യിൽ നിന്ന് വെറുതെ അടി വാങ്ങിച്ചു കൂട്ടുകയല്ലായിരുന്നോ? അയ്യോ, എന്തായാലും MSBയുടെ സംഗീതം കൊള്ളാം. എന്തുവാടാ അടുത്ത ആ ചെറിയ ഒരെണ്ണം? അതെന്താണെന്നോ, പാർട്ട് 2 വേണ്ടി റെഡിയാക്കിയതാ. ഇതേ ഫെയിലിയർ ആയതുകൊണ്ട് അതും അതുപോലെ ഇരിക്കുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോയത്. പോകുന്ന പോക്കില് അദ്ദേഹത്തെ ഒരു പിശാച് ഒന്ന് അടിച്ചിട്ടു. കഥയൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ലടാ. ആദ്യം ഈ ബൂസ്റ്ററിനെ പറ്റി എല്ലാവരും പറയട്ടെ. ചട്ടിത്തലയാ. മണിയാ, മണിയാ, മണിയോ, മണിയാ, മണിയാ. എന്ത് ചെയ്തോണ്ടിരിക്കുക? നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ആളുകളെല്ലാം നമ്മുടെ കസ്റ്റഡിയിലാ. നീ എവിടെയാ പോന്നെ? ഇവിടെ നിക്ക്. ഇവിടെ നിക്കടി. എങ്ങോട്ടാ ഈ പോന്നെ? Hey, you piece of shit. Shut your mouth and sit, or else I'll starve. Tie her in the chair. Faster.
You people are so daring. I want to slap you. നീ വന്നിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് പോവാന്ന് വിചാരിച്ചോ? എനിക്ക് എനർജി കയറ്റി എനിക്ക് എനർജി കയറി എനിക്ക് എനർജി കയറി മണിയാ നീ എവിടെയാ? എനർജി എനർജി പവർ പവർ എന്റെ കയ്യിലും പവർ ചുറ്റുകയിലും പവർ മണിയാ ബൂസ്റ്റർ കിട്ടി. നീ വേഗം പുറത്തു വാ. എല്ലാത്തിനെ അടിച്ച് തൂക്കാവിടാ. നീ വേഗം വാ. എന്താന്നാടേ നീയൊക്കെ സെക്യൂരിറ്റി പണിയുന്നോ? എന്താടാ എന്നെ കളിയാക്കുന്നതാണോ? ആടിക്കടാ അവനാ. നിന്നെ അടിക്കണ്ടേ? വീക്ക്നെസ് ആണ് നിനക്ക്. പെണ്ണുങ്ങൾ കാണുമ്പോൾ നിർത്ത്. ഇനി മുതൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇവളുടെ ജീവൻ ഞങ്ങളുടെ കയ്യിലാ. അയ്യോ അരുണ. Country brutes, do what she said, or else she dies. അരുണ മര്യാദയ്ക്ക് ചിപ്പ് എടുത്തു വെച്ചോ. എന്തുവേണം ചെയ്യാം മാഡം. അരുണി ഒന്നും ചെയ്യരുത്. എവിടെയാണ് എന്റെ കണ്ണാടി? ബാത്റൂമിലിടന്നു തോന്നുന്നു. ഈ കണ്ണാടി 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 കണ്ണാടി. അയ്യോ ഇനി ഈ ചിപ്പ് പറയുന്നതായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അയ്യോ അയ്യോ മണിയാ. എല്ലാവരും മാറി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോയി. ആ രൗദ്ര രൂപം കണ്ട് എല്ലാവരും ഭയന്നു വിറച്ചുപോയി. അത്രയ്ക്ക് ഭയാനകമായിരുന്നു.
ഓവിയ എല്ലാത്തിനും അടിച്ച് നേരം പരിശ പിന്നെ മണിയനെ രക്ഷിച്ച് റൂമിലാക്കിയിട്ട് അവള് പോയി. എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ട് അവളെയും കാണാതായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതിന് മാത്രം ആ വീട്ടിൽ എന്താണുള്ളത്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി? അരുണി പറഞ്ഞ ഫോർമുല കണ്ടുപിടിച്ചായിരുന്നോ? അതിന് നിങ്ങൾ ആരാ സഹായിച്ചത്? എടാ ഓവി വീണല്ലോ, ഇനി എന്ത് ചെയ്യും? ബഡി ബ്രോ, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അരുണിമയ്ക്കല്ല അറിയാവുന്നത്. ശരി, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്തെങ്കിലും ചെയ്ത് തൊലയ്ക്ക്. നിങ്ങളുടെ അച്ഛൻ കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടും നോക്കാം. നോക്കടാ. അതെ. ഓ Don't hide like a fool. Definitely I need the power. Give it to me, idiots. നീ നോക്ക് എടുക്ക്, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്തിനാടാ പഠിക്കാൻ പോയേ? എടുക്ക്. ഇതാരടാ? ഹലോ വേർഷൻ 3.0 സയന്റിസ്റ്റ് പേഴ്സണൽ ഹോളോഗ്രാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താടാ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ? ഇത് നമ്മൾ നേരത്തെ കണ്ട ഹോളോഗ്രാം തന്നെ. ബ്രോയുടെ അച്ഛന്റെ അസിസ്റ്റന്റ്. ഓഹോ, അങ്ങനെയാണോ? കിടിലാണല്ലോ. ഹലോ, ഇതൊരു സയന്റിസ്റ്റിന്റെ മകനാ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണം. സീക്രട്ട് റൂമിലേക്കുള്ള ഒരു വഴി പറഞ്ഞു തരാമോ? എനിക്കറിയില്ല, ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും. ആദ്യം നോക്ക്, ചെക്ക് ചെയ്യ്. നോക്ക്. അച്ഛന്റെ അടുത്ത് അയാളിൽ നിന്ന് എനിക്കേ കിട്ടിയിട്ടില്ല, പിന്നെ നിനക്കെങ്ങനെ കിട്ടും? നിങ്ങളുടെ അച്ഛന്റെ കാലി വീണ് അനുഗ്രഹം വാങ്ങിക്കണം. അയാളുടെ കാലിപ്പോ എവിടെ പോയി നോക്കും? ദേ നോക്ക്, ദേ ആ ഫോട്ടോ നോക്കിയേ. അയ്യോ, അതിന് കാലില്ല. ഹാളിലൊരു ഫോട്ടോ ഉണ്ട്, അത് ശരിയാവൂ? അത് നിങ്ങളുടെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോയാണ്. ഒറ്റയ്ക്കുള്ള ഫോട്ടോയിൽ അനുഗ്രഹം വാങ്ങിയാലേ പ്രോഗ്രാം ചെയ്യാൻ പറ്റൂ. മുകളിലെ റൂമിലുണ്ടോ? ഇല്ല. താഴെയുള്ള റൂമിലുണ്ടോ? ഇല്ല. അടുത്തുള്ള റൂമിൽ ഇല്ലെന്ന് പറഞ്ഞില്ലേ? പുറകിലത്തെ റൂമിലുണ്ടോ? അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടല്ലോ. ശരിയാ. പെട്ടെന്ന് കണ്ടുപിടിക്കേ. യു ഫൗണ്ട് ഇറ്റ്. ഏത് പോസ്റ്റിൽ നിന്നാലും ഇയാളൊരു മോഹൻലാലിനെ പോലെ ഇല്ലേന്നൊന്ന് നോക്കിയേ. 1000 പ്രാവശ്യം ഞാൻ ദേഷ്യപ്പെട്ടാലും നിങ്ങളാണ് എൻ്റെ അച്ഛൻ. ആദ്യമായിട്ടാ ഞാൻ ഈ കാല് പിടിച്ച് നമസ്കരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ശരിയാവണേ. കൗണ്ടർ സ്റ്റാർട്ടായി. ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഓൺ ആക്കണം. തീ കണ്ട പ്രേതം അടുക്കില്ല. വാ, വേഗം വാ, വേഗം വാ. പ്രേതം വരുന്ന പോലെ തോന്നുന്നില്ലേ? എല്ലാവരും വരി. മണി, ഈ കഥയിൽ കൈവയ്ക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഇതെന്താടാ? ഇത് അടിപൊളി തന്നെയല്ലേ? മണി, ഒരു കാലത്ത് ഈ വിളക്കാണ് ഭൂമിയെ കാത്തത്. അതറിയോ? ഇത് വെറും വിളക്കല്ല, ഇതൊരു കവചമാണ്. ഇത് വെറും മന്ത്രമല്ല, തന്ത്രമാണ്. ഇത് എങ്ങനെ ഓൺ ചെയ്ത പവർ വരും? അതിന്റെ പാസ്വേഡ് നിങ്ങൾക്കേ അറിയാവൂ. ഇതിന്റെ പവർ ഈ ലോകത്തെ നിങ്ങളുടെ അച്ഛനാണ് കണ്ടുപിടിച്ചത്. ഇതിന്റെ കോഡ് വേർഡ് വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ പപ്പ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഒന്ന് ഓർക്കൂ, പറ്റും നിങ്ങൾക്ക്. ചെറിയ പ്രായത്തിൽ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടാകും. മനസ്സിലുണ്ട്. We have no time. You don't worry. I will take care of that. You will get the power. Do something. നന്നായിട്ടൊന്ന് ആലോചിക്ക് മണി. വരും വരും ഓർമ്മ വരട്ടെ. നന്നായിട്ടൊന്ന് ആലോചിക്ക്. വരട്ടെ. പാസ്വേഡ് നന്നായിട്ടൊന്ന് ആലോചിക്ക്. എത്ര ആലോചിച്ചാലും അച്ഛന്റെ അമ്മയുടെ മുഖം മാത്രമേ വരുന്നുള്ളൂ. എന്ത് ചെയ്യാനാ? അമ്മ എന്താണ് പറയുന്നത്? ഒന്ന് ഓർത്തെടുക്ക്. ഒന്ന് നോക്ക്. ഓർത്തെടുക്ക്. അതാരും കൊണ്ടുവയ്ക്കൂടാ. അത് ഓൺ ചെയ്ത് വിടൂ. അത് നിങ്ങളുടെ അച്ഛന്റെ സ്വത്താണ്. എന്ത് ചെയ്യാൻ പറ്റും?
Hey, do not activate the power. Give it to me. നിങ്ങൾ അങ്ങോട്ട് പോകാതെ ഇങ്ങ് വാ. അരുണി ഒന്നും ചെയ്യരുത്, അരുണി ഒന്നും ചെയ്യരുത്. Tell that to him. അരുണി ഒന്നും ചെയ്യരുത്, അരുണി ഒന്നും Yogi, ചെയ്യരുത്. don't do it. എന്നെ എന്ത് വേണേലും ചെയ്തോ, അവളെ ഒന്നും ചെയ്യരുത്, അവളെ ഒന്നും ചെയ്യരുത്. മണി ഈ അവർ power പറയുന്നത് ഞാൻ കേൾക്കില്ല. ആക്കിയിട്ടേ. Power on ചെയ്യും. Bloody fools. You will not get that powers. Only Yogi can. അവര് പറയുന്നത് ചെയ്യരുത്. അങ്ങനെ ചെയ്താ നിങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. ഓൺ ചെയ്യ്. പറഞ്ഞോ, ചെയ്യരുത്. പറ. ആലോചിക്ക്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. സമയം കളയരുത്. നല്ല ആലോചിച്ച് ഓൺ ചെയ്യ്. തന്ദന നാനോ 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 തന്ദന നാനോ തന്ദന നാനോ 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 തന്ദന നാനോ. ഇനി നമുക്ക് ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിരുന്നുള്ളൂ. അങ്കിൾ, നിങ്ങൾ വന്നല്ലോ, ഇനി ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇനിയാണ് കൊടിപൂരം കാണാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും. സൂക്ഷിച്ച്, വീണുപോകും. വേണ്ട, വേണ്ടതാവും. അണ്ണാ, ഞാനും രക്ഷപ്പെട്ടടാ. എന്താണ് എന്റെ ജീവൻ എടുക്കുന്നോ? എടാ, ഇത്ര നീളമുള്ള പാലത്തിന്റെ മുകളിൽ കയറ്റിട്ട് അവിടെ തന്നെ പറവറ ചാടിക്കുകയോ ചെയ്തത്. താഴെ ഞാൻ ഇങ്ങനെ വീണത്, ആകാശത്ത് വീണത് പോലെ എനിക്ക് വേദനിച്ചു. നിന്നേക്ക് വിശ്വസിച്ച് മുകളിൽ ഞാൻ വീണിട്ട് തലപൊട്ടി ചത്തുപോയനെ. പക്ഷെ ഞാൻ തലയടിച്ച് വീണില്ല. പക്ഷെ സ്പൈഡർമാനെ പോലെ ആരോ വന്ന് എന്നെ രക്ഷിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പാർട്സ് ആയിട്ട് കിടന്നേനെ. അതൊക്കെ കഴിഞ്ഞ് എന്റെ വേദന പോകാനായി ഞാൻ ബീച്ചിൽ പോയിരിക്കുകയായിരുന്നു. 25 വർഷം കഴിഞ്ഞാടാ വന്നത്. കൊല്ലല്ലേ, എന്നെ കൊണ്ട് നിങ്ങളെ പോലൊന്നും പറ്റത്തില്ല. വയസ്സായില്ലടാ. അതുപോട്ടെ, ആരാ ഇവരെല്ലാം? ഊബറെങ്കിൽ, നിങ്ങൾ വന്നല്ലോ, എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കുമെന്നറിയാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. എന്താ വേണ്ടേ? ഞങ്ങളുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അതിനൊരു സഹായം ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, അതിനൊരു മാർഗം പറഞ്ഞെങ്കിൽ. എല്ലാവർക്കും കല്യാണം നടക്കുന്നു. നാട്ടിലെ പയ്യന്മാരെല്ലാം കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളുമായി ജീവിക്കുന്നു. ഞങ്ങളെ കണ്ട് കൈകൊട്ടി കളിയാക്കുക അവര്. ഞങ്ങൾക്ക് എന്താ കല്യാണം നടക്കാത്തത്? ആകെ നാണക്കേടായെങ്കിൽ. ഞങ്ങൾ കൂടെ ഒരു പെണ്ണിനെ നോക്കി താങ്കളെ. എനിക്കും കൂടെ ഒരു പെണ്ണ് നോക്കി താങ്കൾ. വേറെന്താ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സഹിക്കില്ല. സാരമില്ല, പറയൂങ്കിൽ. സാരമില്ല, പറയങ്ങളെ പ്ലീസ്. ഇതിന്റെയൊക്കെ കാരണം ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആരാ അങ്കിൾ? പറയൂ അങ്കിൾ, പറയൂ. മണിയുടെ മുത്തശ്ശി ദൊരയമ്മ. ഗ്രാമത്തിലെ പെൺകുട്ടികൾ ജനിച്ചാൽ അവിടെ നാശമാണെന്ന് കറുത്തമ്മ പറഞ്ഞു. അവര് പറയുന്നത് മുഴുവനും കള്ളത്തരമാ. അവൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമേയല്ല. കരയുന്ന കുട്ടികൾക്ക് വിഷം ചേർത്ത പാല് നൽകി കൊല്ലും. എന്റെ ഗ്രാമത്തിൽ മാത്രമല്ല, ചുറ്റുമുള്ള 8-10 ഗ്രാമങ്ങളിലും ഒരു പെൺകുട്ടി പോലും ഇല്ലാതെ വിഷം ചേർത്ത് പാല് കൊടുത്ത് കൊല്ലും. അതുകൊണ്ടാ നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തത്. വളരെ എന്റെ ഭാര്യ ആ കിളവി കൊന്നു കാണുമല്ലേ? എന്തുവാടാ കിടന്ന് കരയുന്നത്? ഇപ്പൊ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? അങ്കിൾ, ഒരു കാര്യമെങ്കിലും പറയുമെങ്കിൽ, ആ 2K പയ്യന്മാർക്ക് എങ്ങനെയാ അങ്കിൾ പെണ്ണ് കിട്ടുന്നത്? അതിന് കാരണം നിങ്ങളുടെ നാട്ടിലെ ഗ്രാമത്തലവനോ? അതെ, ഗ്രാമത്തലവൻ. കിളവിയുടെ പാൽ ബിസിനസ്സിൽ ഗ്രാമത്തലവൻ അസൂയ തോന്നി. എന്ത് ചെയ്യണമെന്ന് തലപുകഞ്ഞാലോചിച്ചു. അങ്ങനെ പാലിൽ GST ചുമത്തി. അതോടെ അവരുടെ പാൽ ബിസിനസ് കുറേശ്ശെ കുറഞ്ഞു. അവസാനം മുഴുവനായിട്ടും നിലച്ചു. അങ്ങനെ കിളവിയും നശിച്ചു.
ഇന്നത്തെ 2K പിള്ളേർക്കൊക്കെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളും കിട്ടുന്നത് എന്തുകൊണ്ടെന്നറിയോ? അതിന്റെ കാരണം ഈ നാട്ടിലെ ഗ്രാമത്തലവൻ അവൻ ചുമത്തിയ GST. എടാ മഹാഭാവികളെ, എല്ലാരും കൂടി ചേർന്ന് ഞങ്ങൾക്ക് കല്യാണം നടക്കാതെ വരുത്തി വെച്ചല്ലോടാ. അപ്പൊ ഞങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ലയോ അങ്കിൾ? കിട്ടുമടാ, ഞാൻ റെഡിയാക്കി തരാം. ഏയ് കണ്ടില്ലേ, ഞങ്ങളുടെ തലയിലെടുത്ത് മാറ്റിയത് കണ്ടില്ലേ? ഞങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് തീരുമാനിച്ചു. അതെ, ആദ്യം അവരുടെ കല്യാണം കഴിഞ്ഞോ? എന്താ കൈരേഖ നോക്കുവാണോ? Our power is injected. You cannot wake him up. നിന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ ഇവിടേക്ക് ആരാ അയച്ചത്? അവൻ ഇപ്പൊ ഇവിടെ വരണം. You don't know who is my boss. Who is your boss? Talk to him. My professor will come for you. ആരടാ നീ? എന്താടാ ഒരുമാതിരി ചിരിക്കുന്നേ? ആരാന്ന് പറയടാ, ഞാൻ തീർത്തു തരാം. ഡോണ്ട് കോൾ മീ ഡാ, കോൾ മീ സാർ. സാറാണോ? ഓക്കെ സാർ, പറയൂ സാർ. ആരാണ് സാർ? നിന്നെ ജനിപ്പിച്ചതേ ഞാനാണ്. എന്നെ കുറിച്ച് നിനക്ക് അത്രയ്ക്ക് അറിയില്ല. നിന്നെ പുറം ലോകം കാണിപ്പിച്ചതേ ഞാനാണ്. ഐ ആം കമ്മിങ് ഫോർ യു. ഐ ആം വെയിറ്റിംഗ്. ആ ചിരി ശബ്ദം ആരുടേതാണെന്ന് ശ്രദ്ധിച്ചപ്പോ പിന്നീടാ മനസ്സിലായത് അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മണിയന്റെ അച്ഛൻ. എന്താണെന്ന്? മണിയുടെ അച്ഛനാണെന്നോ? ഇംപോസിബിൾ. അയാൾ എങ്ങനെ വന്നത്? അയാൾ മരിച്ചു പോയതല്ലേ? അതെ, എന്താ പറ്റിയത്? ഞാനിവിടെ എന്ത് ചെയ്യാ? എടോ ബൂമറെ, താനല്ലേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കഥയോ? അതെ. അയ്യോയ്യോ, ഞാൻ പോവുക. എനിക്ക് കഥയും ഒരു പുണ്ണാക്കും അറിയത്തില്ല. എന്നെ വിട്ടേക്ക്, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. തടയുന്നേ, എന്നെ വിട്. എന്നെ വിട്ടേക്കെന്ന്. മാഡം നമസ്കാരം. നിങ്ങളാരാ? ഞാനാണ് മാമാക്കുട്ടി, എസ്റ്റയുടെ അനിയൻ. നിങ്ങൾ ഈ കഥയെ കണ്ടതേ ഇല്ലല്ലോ. ഇനി കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്റെ കളികൾ. എടാ മഹാഭാവികളെ, പാർട്ട് 2. ഇനി ഇതിൽ പാർട്ട് 2 വരുന്നുണ്ടോ?